الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الإخوة أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى. الآية. صدق الله العلي العظيم. ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനരായ തങ്ങളവരുടെ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 1967 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘം 50 വർഷം പൂർത്തിയാക്കി അതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ്. സന്തോഷകരമായ, വളരെ ആഹ്ലാദകരമായ മനസ്സോടുകൂടെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തകന്മാർ ഈ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നത്. കാരണം ബഹുമാന്യരായ ഇതിന്റെ സ്ഥാപകർ, കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാ ഉലമാക്കളുടെയും നേരിട്ടോ അല്ലാതെയോ ഗുരുവര്യരായ ബഹുമാന്യരായ വണ്ടൂരിൽ വഫാത്തായ താജുൽ ഉലമ ശൈഖുന അവർ, അവരുടെ കാലം കഴിഞ്ഞാൽ ഈ സംഘം പരലോകം പോകുമെന്ന് പ്രസംഗിച്ചവരും എഴുതിയവരും പരസ്യമായി പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നവരും ധാരാളം ഉത്തരവാദപ്പെട്ടവരായിരുന്നു അവർ. 17-18 വർഷം മാത്രമാണ് ഈ സംഘത്തെ മഹാർ നയിക്കാൻ ആയുസ്സുണ്ടായുള്ളൂ. 17-18 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 32-33 വർഷം മഹാനുകളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഈ സംഘം മുന്നോട്ട് ഗമിക്കുക തന്നെയാണ്. മുൻപ് മഹാനർ സത്യം പറയുന്നതിനു വേണ്ടി തന്റെ സ്വന്തം താൽപര്യപ്രകാരം, സ്വന്തം ആഗ്രഹപ്രകാരം തന്റേതായ സത്യവും തന്റേതായ തന്റെ നിഗമനങ്ങളും ആശയങ്ങളുമൊക്കെ അറിയിക്കുന്നതിനു വേണ്ടി തുടക്കം കുറിച്ച നുസ്രത്തുൽ അനാം എന്ന മന്ത്രത്തോടൊപ്പം അത് നിലവിൽ ഏതാണ്ട് 10-48 വർഷക്കാലം പൂർത്തിയാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സുന്നി യുവജന ഫെഡറേഷൻ എന്ന മഹത്തായ സംഘടനയുടെ മുഖപത്രം ബുൽബുൽ എന്ന മാസികയും ഇപ്പോൾ നമുക്ക് സംസാരിക്കാനും എഴുതാനും പറയാനുള്ളത് സ്വതന്ത്രമായി എഴുതാനും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്തെങ്കിലും ഒരു പരിപാടിയോ ആശയമോ ഒരു സന്ദേശമോ കേരള ജനതയ്ക്ക് നൽകണമെങ്കിൽ പരിമിതിക്കൊത്തുകൊണ്ട് നമ്മുടെ ആ സന്ദേശം നൽകാൻ വേണ്ട സൗകര്യമൊരുക്കുന്ന ഒരു സംഘടനാ സംവിധാനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SYF എന്ന ആ യുവജന സംഘത്തിലൂടെ ഈ സംഘം ഇന്ന് സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ലെവലിൽ തന്നെയാണ് ഈ ക്യാമ്പയിൻ നടത്തിവരുന്നത്. ഈ മഹത്തായ ചാരിതാർത്ഥ്യജനകമായ ഇത്തരം നല്ല സന്തോഷങ്ങളോടുകൂടെ തന്നെ ഈ സംഘത്തിന്റെ 50 വർഷം പൂർത്തിയായ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ പക്ഷേ മനസ്സ് വേദനിക്കുകയാണ്. കേരളത്തിൽ ഇത്രമാത്രം ഉലമാക്കൾ പലവിധ സംഘടനകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും ഇൽമിനെ ആധാരമാക്കി, വേദത്തെ ആധാരമാക്കി, അള്ളാഹുവിന്റെ ദീനിന്റെ കിതാബുകളെ ആധാരമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരിക്കുമ്പോഴും ഖിയാമത്ത് നാൾ വരെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുമെന്ന് അള്ളാഹു തആല വാക്ക് നൽകിയിട്ടുള്ള ഈ സത്യത്തിന്റെ ആശയവും ആദർശവുമായ സത്യദീൻ എന്ന ഇസ്ലാം മതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഉലമാക്കൾ വിവിധ സംഘടനകളിൽ വിവിധ രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കാലമത്രയുമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതാണ്ട് ഒരു 4-10 വർഷത്തിനിടയിലായി നമ്മുടെ കേരളീയ സമൂഹത്തിൽ, ഈ ഉലമാക്കളാൽ ബോധീകരിക്കപ്പെടുന്ന സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് മുസ്ലിംകൾ എന്ന നിലക്കുള്ള, മുസ്ലിം സഹോദരങ്ങൾ എന്ന നിലക്കുള്ള സാഹോദര്യമല്ല,
ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പല്ല. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഒരാളെ ആദരിച്ചാൽ ആ ആദരിക്കുന്ന ആൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്തായ പദവിയല്ല. അല്ലാഹു നൽകുന്ന ഈ മഹത്തായ പദവിയിലൂടെ അല്ലാഹു ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ വലുപ്പമല്ല. ഇതിനേക്കാൾ എല്ലാം വലുത് തങ്ങളുടെ സ്വന്തമായ താൽപര്യങ്ങളും സ്വന്തമായ ആശയങ്ങളും സ്വന്തമായ സംഘടനകളും ഈ രൂപത്തിൽ തന്നെ പോകുന്ന, ഇത് തന്നെ ചിന്തിക്കുന്ന ഒരു പറ്റം അനുയായികളെയാണ് മിക്കവാറും എല്ലാ സംഘടനകളും, വിശേഷിച്ച് ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന രണ്ടു സമസ്തയും വാർത്തുവിട്ടുകൊണ്ടിരുന്നു. ഇത് നമ്മൾ അനുഭവത്തിൽ അറിയുന്നതാണ്. ഇത് കുറെ കൂടി കലശലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വർഷമായി ഇവിടെ മദ്രസാരംഗത്തും മഹല്ലുരംഗത്തും പള്ളിരംഗത്തും മഹല്ലുകളും മദ്രസകളും സ്വന്തം സംഘടനയുടെ വരുതിയിൽ നിർത്തുന്നതിനു വേണ്ടി ഭൂരിപക്ഷം മഹല്ലുകളിലും മദ്രസകളിലും സ്വാധീനമുള്ള ഇവിടുത്തെ പഴയ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തുടർച്ചയായി നിലകൊള്ളുന്ന സമസ്ത വിഭാഗം ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ നാട്ടുകാരും അറിയുന്നില്ല, ഭരണസമിതിക്കാരറിയുന്നില്ല. കേവലം മദ്രസകൾ പരിശോധിക്കാൻ വരുന്ന മുഫത്തിഷുമാരും അവിടെ ജോലി ചെയ്യുന്നതായ അധ്യാപകരും അവർ നിയന്ത്രിക്കുന്നതായ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനുകളും അതിന്റെ നേതൃത്വത്തിൽ വരുന്ന സംഘടനാ സംവിധാനങ്ങളുമൊക്കെ തട്ടുകളായി അവസാന തട്ടിൽ വരെ പ്രാദേശിക തലത്തിൽ വരെ സംഘടനാ സങ്കുചിതത്വം വളർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് മാത്രമല്ല, തങ്ങളുടെ സംഘടനയിലുള്ളവർ മാത്രമാണ് സത്യത്തിലെന്നും മറുവശത്ത് എല്ലാവരും ബാത്തിലും പിഴവിലുമാണ് നരകത്തിലെത്തുമെന്നും പരസ്യമായി പറയാൻ ഓരോ സംഘടനക്കാരും മുതിരുന്നു. ഇതിലേറെക്കുറെ വലിയ നിർവ്വാണത്തോടുകൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 90 വർഷം പൂർത്തിയായെന്ന ഗമയിൽ ബഹുഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗം തന്നെ 90ാം വാർഷികം കൂടി ആഘോഷിച്ചപ്പോ ഇതിന്റെ ഗർവ് കൂടുകയാണ്. ഈ കൂടിയ ഗർവിൽ പാവങ്ങളിൽ പാവങ്ങളായ കുറേയധികം ആളുകൾ മദ്രസാരംഗത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു, പള്ളി ജോലികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, മുക്രി ജോലികളിലും മുഅദ്ദിൻ ജോലികളിലും നിൽക്കാൻ പറ്റാതിരിക്കുകയാണ്. മദ്രസാധ്യാപനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പല രംഗങ്ങളിലേക്ക് അവരുടെ സേവനങ്ങളും ജീവിതായോധനത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയാൽ പോരാ, അവരുടെ സംഘടനാ സംവിധാനത്തിനു വേണ്ടി തന്നെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ മാസികകൾക്ക് വരിക്കാര ചേർത്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പണിയെടുത്തു കൊടുക്കുകയും മറ്റൊരു സംഘത്തിന്റെ ഒരു പരിപാടിക്കും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർക്ക് മാത്രമേ സമസ്ത അംഗീകരിച്ച മദ്രസകളിൽ ജോലി പാടുള്ളൂ. മഹല്ലുകളിൽ ഇമാമത്തും മുഅദ്ദിൻ സ്ഥാനവും ഖതീബ് സ്ഥാനവും ഖാദി സ്ഥാനവും പാടുള്ളൂ. ദർസും മുദരിസുമാരുമായിരിക്കാൻ യോഗ്യതയുള്ളൂ. ഈ അർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിനുവേണ്ട പലതരം കുതന്ത്രങ്ങളും നാട്ടുകാരറിയാതെ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 4-5 വർഷമായി കർശനമായിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള കർശനം സംഘടനാ തലത്തിൽ പലവരും ഞങ്ങൾ ഇത് ആലോചിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ ആവശ്യമാണെന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും അത്തരം ഒരു ക്യാമ്പയിൻ കൊണ്ടുണ്ടായിത്തീരുന്നതായി ഭവിഷ്യത്തുകൾ സാധാരണക്കാരായ ജനങ്ങൾ അറിയുമ്പോൾ അച്ചടക്കത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ ജനങ്ങൾക്കിടയിൽ അവരറിയാത്ത ചില സംഗതികൾ വരുമ്പോൾ നടന്നു വരുന്ന സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റുമോ, ഇതുകൊണ്ട് വീണ്ടും കുറെ രോഷം കൂടിക്കൊണ്ട് വല്ലതും സംഭവിക്കുമോ, ഉള്ള ജോലിക്കാർക്ക് തന്നെ പല തടസ്സങ്ങളും സംഭവിക്കുമോ, ഉള്ളവർക്ക് ജോലിയില്ലെന്ന് മാത്രമല്ല പുതിയവർക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റാതാകുമോ എന്നിങ്ങനെയുള്ള ഭയാശങ്കകൾ പലതവണ ചർച്ചയിൽ വന്ന് ഇനി ഒരിക്കലും നിവൃത്തിയില്ലെന്ന രംഗത്താണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ആ സന്തോഷവും ആഹ്ലാദവും പങ്കുവച്ചുകൊണ്ട് സംഘത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപേ ഈ അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുകയും ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ബോധീകരിക്കുകയും വേണമെന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഈ ജനുവരി മാസവും അടുത്ത ഫെബ്രുവരി മാസവും ഈ ക്യാമ്പയിനു വേണ്ടി തന്നെ നീക്കിവെച്ചിരിക്കുന്നു നമ്മുടെ സുവർണ ജൂബിലി ആഘോഷം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ കേട്ടപോലെ സാധാരണഗതിയിൽ നമ്മൾ നടക്കുന്ന മാതിരിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മഹല്ല് സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി തീർത്തതല്ല, 2 സമസ്തക്കാരും ഉണ്ടാക്കിയതല്ല, സംസ്ഥാനക്കാരേതാരുമല്ല.
നമ്മളെക്കാളും മുമ്പ് സമസ്തണ്ടല്ലോ. ഇങ്ങനെയുള്ള സംഘടനകൾ ഒന്നും ഉണ്ടാക്കിയതല്ല നമ്മുടെ മഹല്ലു സംവിധാനം. അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹല്ലുകളുണ്ട്. മഹല്ലു നേതൃത്വത്തിലെ കാലിമാർക്ക് കീഴിലാണ് മുസ്ലിമീങ്ങളെല്ലാം പ്രാദേശികമായി സംഘടിച്ചുകൊണ്ടിരുന്നത്. ഈ മഹല്ലു കാലിമാർക്ക് മേലെ വലിയ കാലി എന്നൊക്കെ പറയുന്ന തരത്തിൽ സർക്കാർ കൂടി അംഗീകരിച്ചിട്ടുള്ള ചില കാലിമാർക്കും നമ്പർ ലഭിച്ചിട്ടുള്ള ചില കാലിമാർക്ക് കീഴിൽ മാസമുറപ്പിക്കുന്നതിനും മറ്റുമൊക്കെ അവരെ അവലംബിച്ചുകൊണ്ടും അവർ തീരുമാനിക്കുന്ന അനുസരിച്ചുകൊണ്ടും മഹല്ലുകളെല്ലാം ഏകീകരിച്ചു നിൽക്കുന്ന സംവിധാനമുണ്ടെങ്കിലും ഓരോരോ മഹല്ലുകളിലെയും അവസാനവാക്കും ആ മഹല്ലുകളിലെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും മഹല്ലു ഖാദിയും ആ മഹല്ലു ഖാദിയെ അതിൽ സഹായിക്കുകയും പിന്തുണക്കുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും നടപ്പിലാക്കുന്നതിൽ അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് സഹായിക്കുകയും ചെയ്തിരുന്നത് മഹല്ലു ഭരണസമിതികളുമാണ്. ഇപ്പൊ ഇതെല്ലാം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഓഫീസിൽ നിന്ന് എന്ത് പറയുന്നുവോ, എന്ത് സർക്കുലർ അയക്കുന്നുവോ, എന്ത് കടലാസ് അയക്കുന്നുവോ ആ കടലാസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാവരും നീങ്ങണം. മദ്രസ കമ്മിറ്റി നീങ്ങണം, പള്ളി കമ്മിറ്റി നീങ്ങണം. മദ്രസയിലെ അധ്യാപകന്മാർക്ക് നാട് സംബന്ധമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളടക്കം അവർക്ക് മദ്രസയിൽ ലീവ് കൊടുക്കേണ്ടത് എത്ര, ആ ലീവുകൾക്ക് കാസ്റ്റൽ ലീവ് എത്ര, മെഡിക്കൽ ലീവ് എത്ര, മറ്റേതു തരം ലീവുകൾ എത്ര, ഈ ലീവുകളൊക്കെയും തീരുമാനിക്കുന്നത് സമസ്തയുടെ ഓഫീസിൽ നിന്ന്. ശമ്പളം കൊടുക്കുന്നതോ നാട്ടുകാർ ഭരണസമിതി, മദ്രസ നടത്തുന്നതോ നാട്ടുകാർ ഭരണസമിതി, പള്ളികൾ പരിപാലിക്കുന്നതോ മദ്രസകൾ പൊങ്കി നടത്തുന്നതോ നാട്ടുകാർ ഭരണസമിതികൾ. ഇതിന്റെ ഒരു കാര്യത്തിലും സമസ്ത ഇടപെടുന്നില്ല. മറിച്ച് വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ നല്ലൊരു സംഖ്യ മദ്രസ കുട്ടികൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കുകയാണ് ഒരു വർഷത്തെ പരീക്ഷാ ഫീസ് എന്ന് പേര്. നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. ഊത്തുപള്ളിയിൽ മദ്രസയിൽ പഠിച്ചവരാണ് മിക്കവാറും എന്നുള്ള ഒരു 10-20 വയസ്സിന് കീഴിലുള്ള ആളുകളൊക്കെ. അതിന് മുമ്പാണല്ലോ ഒത്തുപള്ളി. ഈ മദ്രസ സിസ്റ്റത്തിൽ വളർന്നിട്ടുള്ള നമ്മളാരും ഇന്നത്തെ കാലത്തെ പോലെയുള്ള പരീക്ഷാ ഫീസിന്റെ പിരിവ് കേട്ടിട്ടില്ല. ഒരു കൊല്ലത്തിൽ 2-3 പരീക്ഷകൾ, സ്കൂളിൽ എത്ര പരീക്ഷ ഉണ്ടാകുമോ അത്ര പരീക്ഷകൾ നിശ്ചയിച്ച് ആ പരീക്ഷക്കുള്ള ഫീസുകൾ ഒന്നായിട്ട് മേടിക്കുന്ന കൂട്ടത്തിൽ അവർ ഒന്നിച്ച് പലതും വെക്കുകയാണ്. ഓരോരോ വിദ്യാർത്ഥിയിൽ നിന്നും ആ വിദ്യാർത്ഥി സംഘടനയിൽ ചേർക്കപ്പെടുന്നതിന് വേണ്ടി മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള മെമ്പർഷിപ്പ് ഫീസ് അടക്കമാണ് ഒരു കൊല്ലത്തെ പരീക്ഷാ ഫീസ് വിധിക്കുന്നത്. ഇത് നാട്ടുകാരറിയുന്നില്ല, രക്ഷിതാക്കൾ കഴിയുന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ, പരമയാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മദ്രസയിലെ അധ്യാപകരോട് സ്വതന്മാരോട് ചോദിച്ചാൽ, നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മദ്രസാലത്തിൽ ഒരു കൊല്ലത്തിൽ വാങ്ങുന്ന ഈ ഒന്നിച്ചുള്ള പരീക്ഷാ ഫീസ് മുഴുവൻ പരീക്ഷാ ഫീസല്ല. ഇതിന്റെ ഭാഗങ്ങൾ ഓരോന്നും ഓരോരോ ഘടകങ്ങളിലേക്കാണ്. റേഞ്ചിലേക്കുണ്ട്, അപ്പറുണ്ട്, ഇപ്പറുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നെന്താണെന്നറിയോ, SPSC എന്ന പേരിൽ SPBയും SPSും ഒക്കെ ഉണ്ട്. ഞാൻ അതിനിടയിലൊക്കെ ഈ കുട്ടി സംഘടനകളൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് ആ പേരൊക്കെ പേശിച്ചു. SPB എന്ന പേരിൽ സുന്നി ബാലവി, മറ്റേ കുട്ടികൾക്ക് പിന്നെ സുന്നി ബാലസംഘം, SBS. 2 സംഘത്തിനുണ്ട് SPSC, SPB. ഈ SPB എന്ന് പറയുന്നതിൽ അംഗത്വത്തിന്റെ ഫീസ് അടക്കം ഈ പരീക്ഷാ ഫീസിൽ ഈടാക്കുകയാണ്. 5 വയസ്സായ കുട്ടിയെ 1ാം ക്ലാസ്സിൽ ചേർക്കപ്പെടുന്ന ഈ കുട്ടി കൊടുക്കണ ഈ പരീക്ഷാ ഫീസിനൊപ്പം SPBയിലെ മെമ്പർഷിപ്പിന്റെ ഫീസ്. ഇത് കൊല്ലാകൊല്ലം പൊതുക്കാരുടെ ഫീസ് കൊടുക്കണം. പുതുമ ഇതല്ല, ആൺകുട്ടി മാത്രം പോരാ, നമ്മുടെ പെൺകുട്ടികൾക്കും ഈ ഫീസ് വേണം. SPBയിലെ അംഗത്വത്തിന്റെ ഫീസ്. മദ്രസയിലത് നമ്മുടെ രക്ഷിതാക്കൾ അറിയില്ല. സ്കൂളിലെ പഠനമല്ല സംസാരിക്കുന്നത്. നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന 5 വയസ്സ് മുതൽക്കുള്ള ചെറിയ കുട്ടികൾ 1ാം ക്ലാസ് മുതൽ SPB എന്ന സമസ്തയുടെ കീഴ്ഘടകമായ ബാലസംഘത്തിൽ അംഗമാകാൻ, അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ ഓരോന്നും അംഗമാകാൻ അവരുടെയൊക്കെ അംഗത്വത്തിന്റെ ഫീസ് ഈടാക്കുന്നത് പരീക്ഷാ ഫീസ് എന്ന വ്യാജമായ രീതിയിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് സഹോദരങ്ങളെ നമ്മൾ രക്ഷിതാക്കൾ. സമസ്തയുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ. ഇത് രക്ഷിതാക്കൾ അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഇതിനു പുറമെ എത്ര പിരിവുകളാ വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ മസിലിപ്പുകൾ, എവിടൊക്കെയാണ് ഇത് തിരിക്കുന്നത്, ഏതൊക്കെ കാര്യത്തിനാണ് പിരിക്കുന്നത്. അങ്ങനെയുള്ള പിരിവുകൾക്കൊക്കെയും ഒത്താശ ചെയ്തുകൊണ്ട് കിട്ടുന്നവർ മാത്രമായിരിക്കണം മദ്രസയിലെ അധ്യാപകർ. കാര്യം ഈ പിരിവും പൈസയും തന്നെ.
ഇത് ഒന്നിച്ചു വാങ്ങാൻ സഹായിക്കുന്ന ആളുകളായിരിക്കണം മദ്രസയിലെ അധ്യാപകർ. അത് തങ്ങളുടെ സംഘടനയുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള യസ്മൂലികളായിട്ടുള്ള ആളുകളല്ല എങ്കിൽ അതിന് തടസ്സം നേരിടുമെന്നതുകൊണ്ട് കൂടിയാണ് മറ്റു സംഘടനകളിലുള്ള ഒരധ്യാപകരെയും പറ്റില്ല എന്ന തീരുമാനത്തിൽ ഈ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അവരെ നയിക്കുന്ന ജംഇയ്യത്തുൽ ഉലമയും ചെന്നെത്തിയത്. ഒരു മദ്രസയിൽ അധ്യാപകനാകാൻ വേറൊരു സംഘടനാ പ്രവർത്തകനും അവകാശമില്ല. അതിനുവേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള പല കുതന്ത്രങ്ങളിൽ ഒന്നാണ് MSR, അതായത് മുഅല്ലിം സർവീസ് രജിസ്റ്റർ. ഇത് ഇല്ലാത്ത ഒരാളെ അധ്യാപകനാക്കാൻ പറ്റില്ല സമസ്തന്റെ മദ്രസയിൽ. കേൾക്കാൻ നല്ല രസമാണ്. മുഅല്ലിം സർവീസ് രജിസ്റ്റർ ഇല്ലാത്ത ഒരാളെ അധ്യാപകരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭൗതിക പൊതുസ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നവരാവുമ്പോൾ ശരി തന്നെയാണ് MSR. മുഅല്ലിം അല്ലെങ്കിലും അധ്യാപകർക്കുള്ള സർവീസിന്റെ അതൊക്കെ വേണല്ലോ, സർവീസ് രജിസ്റ്റർ അംഗത്വം കൊല്ലത്തേണ്ടതൊക്കെ തിരിയണല്ലോ. അപ്പോൾ ശരി തന്നെയാണ്, ഇത് ശാസ്ത്രീയമായിട്ടുള്ളൊരു സംവിധാനമാണ് എന്ന് വേഗം എല്ലാവരും സമ്മതിക്കും, സംഘടനാ ചുറ്റുപാടുകൾ അറിയുന്നവർ. പക്ഷേ ഇത് വാസ്തവത്തിൽ ഇതിന് പുതിയ തന്ത്രണ്ട്. മദ്രസയുടെ മാനേജ്മെന്റല്ലേ ഇത് കൊടുക്കുന്നത്, മദ്രസ ഭരണസമിതിയല്ല ഇതിൽ ഒപ്പുവെക്കുന്നത്. അതതു നാട്ടിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര കാലമായി അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു, എത്ര കാലമായി ജോലി ചെയ്യുന്നു എന്നതിനുള്ള സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റും MSR നൽകുന്നത് ആരാണ്? അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് നേരിട്ട് കൊടുക്കണം. ഓര് കൊടുക്കുന്നവർക്ക് ഇത് കിട്ടുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ എന്താണ് വ്യവസ്ഥ? അതിന് നാട്ടിലുള്ള SKSSF എന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ സമസ്തയുടെ കീഴ്ഘടകം. ഇത്തരം വിദ്യാർത്ഥി കീഴ്ഘടകങ്ങൾ സമസ്ത രൂപീകരിക്കുമ്പോൾ തന്നെ, സമസ്തയുടെ കീഴിൽ ആളുകൾ രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പോലുള്ളവർ പറഞ്ഞതാ നമ്മുടെ രാഷ്ട്രീയക്കാരടക്കം ഇരുത്തുന്നതിനുള്ള തന്ത്രവും നാശങ്ങൾ നമ്മുടെ മദ്രസകളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും വരുന്നതിനുള്ളതുമാണ് ഈ ഇടപാട്. ഈ ഇടപാട് പാടില്ലാതും വിദ്യാർത്ഥികളെ ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ മദ്രസാ രംഗത്തും ദർശരംഗത്തും ഒന്നും പാടില്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞതാണ് SSF രൂപീകരിച്ച കാലത്ത്. അപ്പൊ SSF മറ്റേ സംഘക്കാരും ഉണ്ടായല്ലോ, ഏപ്പിക്കാർ. SSF പോയപ്പോ പിന്നെ SKSSF പറഞ്ഞതുപോലെ ഔദ്യോഗികമായി തന്നെ രൂപീകരിച്ചു. SSF രൂപീകരിച്ചിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിദ്യാർത്ഥി സംഘത്തെ സംഘടനയായി കീഴ്ഘടകമായി അംഗീകരിച്ചിരുന്നില്ല. എന്താണ് ഇതിന് കാരണം? അന്നത്തെ വിരമാമഹത്തുക്കളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ടവർ EK അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ പോലുള്ളവരൊക്കെ തന്നെയും ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ വളരെ നഖശികാന്തം അക്കാര്യത്തിൽ വാശി പിടിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ. SSF എന്ന വിദ്യാർത്ഥി സംഘടനയെ സമസ്ത അംഗീകരിച്ചുകൂടാ എന്നതിൽ അദ്ദേഹം വാശി പിടിച്ചിരുന്നു. അതുകൊണ്ട് വളരെ കാലമായിട്ടും സമസ്തയുടെ കീഴ്ഘടകം എന്ന അംഗീകരണം SSFന് ലഭിച്ചിരുന്നില്ല. പക്ഷേ SSF മറുവശത്ത് വന്നിട്ട് ഇപ്പുറത്ത് മറ്റേ സമസ്ത രൂപീകരിച്ച് നിൽക്കേണ്ടി വന്നപ്പോ SSFന് അതിലൊരു കുട്ടി സംഘടന അല്ലെങ്കിൽ പറഞ്ഞതിലും അതിന് പറയാനും നോട്ടീസ് എത്തിക്കാനും വേണ്ട തെളിപ്രവർത്തനങ്ങൾ നടത്താനും വേറെ മാർഗം ഉണ്ടാവില്ല എന്ന് കണ്ടിട്ട് സമസ്ത നേരിട്ട് തന്നെ SKSSF രൂപീകരിക്കുകയാണ്. എന്നിട്ട് പത്രാസ് പറയാം, അത് പണ്ട് അംഗീകാരം കിട്ടാത്തതാ SSF. SKSSF സമസ്തന്റെ വിലമാക്കൾ നേരിട്ട് രൂപീകരിച്ചതാണ്. നേരിട്ട് രൂപീകരിക്കുന്നതെന്തേ? അതിന്റെ മുമ്പ് രൂപീകരിച്ചത് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ പ്രസിഡന്റായിക്കൊണ്ട് രൂപീകരിച്ചതല്ലായിരുന്നു SSF. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് രൂപീകരിച്ചതായിരുന്നില്ലേ SSF? എന്നിട്ട് 10-25 വർഷക്കാലം എന്തുകൊണ്ട് ഈ സംഘത്തിന് സമസ്തയുടെ ഔദ്യോഗിക അംഗീകാരം നൽകിയില്ല? അപ്പൊ നൽകാതിരിക്കാനുള്ള കാരണം എന്താണ്? അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്, കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നെങ്കിൽ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർ രൂപീകരിച്ചിട്ടുള്ള സംഘടന അദ്ദേഹത്തെ പോലും ഒഴിവാക്കേണ്ട വിധത്തിലേക്ക് എത്തിയപ്പോ ഇതെന്നെയപ്പോ ഞങ്ങൾ കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതേ സംഘക്കാർ പിന്നെ ഇതേ രൂപത്തിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് പിന്നെ രൂപം നൽകാൻ പാടുണ്ടോ നേരിട്ട്? പക്ഷെ നൽകി. അതിനെ വളർത്തി വരുന്നത് ഈ SSF SKSSF ഒരേ രീതിയിലാണ്. ഒരേ രീതി നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സംസ്കാരശൂന്യമായ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ നിർബന്ധിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളായ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഫലമില്ല.
നല്ല ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഘടനാ പോലുള്ള അവസരവും ചാൻസും കിട്ടുമ്പോൾ അവർക്കതിന് വേണ്ട വീറും വാശിയും നേതാക്കന്മാർ നൽകുമ്പോൾ അവരതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പോയി അടിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ അടിക്കും, തയ്യാറായി നിൽക്കണം പറഞ്ഞാൽ കുട്ടികൾ തയ്യാറാകും. വേണ്ട വിധത്തിലാക്കാൻ പറഞ്ഞാൽ ചെറുപ്പക്കാർ കുട്ടികളെ വിരുദ്ധം തയ്യാറാകുമല്ലോ. അതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ചുറ്റുപാട്. രാഷ്ട്രീയക്കാർക്കൊക്കെ അതിനാ വിദ്യാർത്ഥി സംഘടനകൾ. ഇത് നല്ലോണം തിരിച്ചറിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും നിരോധിച്ചിരിക്കുകയാണ്, പരമാവധി നിയന്ത്രിച്ചിരിക്കുകയാണ്. ക്യാമ്പസ് രാഷ്ട്രീയം മൊത്തത്തിൽ തന്നെ നിരോധിച്ച രീതിയിലാണല്ലോ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉള്ളത്. SFIക്കും MSFനും KSUവിനൊന്നും രക്തം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ചെറിയ ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിന് നേതൃത്വത്തിന്റെയും മറ്റും ശരിയായ രീതിയിൽ ഭരണസമിതികളുടെയും മറ്റും ശരിയായ അംഗീകാരത്തോടെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ അല്ലാതെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളും ഭൗതിക സ്കൂളുകളിൽ പോലും പാടില്ല. എന്തേ കാരണം? വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിച്ചാൽ എപ്പോഴും അക്രമ രാഷ്ട്രീയമാകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അക്രമ രാഷ്ട്രീയ സ്വഭാവം രാഷ്ട്രീയം എന്ന് മാറ്റിയാൽ അക്രമ മതപ്രവർത്തനമായി മാറ്റുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കാണ് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമാകൾ നേതൃത്വം നൽകുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ വളർത്തുന്നതും. പോരാ, അവരെ കുറിച്ചു മെക്കേറ്റിട്ട് അവരുടെ ഒപ്പുണ്ടെങ്കിലേ അവരെ പഠിപ്പിച്ച ഗുരുവര്യന്മാർക്ക് വരെ MSR എന്ന പേരിലുള്ള മുഅല്ലിം സർവീസ് രജിസ്റ്റർ നൽകുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന്റെ അർത്ഥം എന്താണ്? അത് ഇവർ ഒപ്പിട്ട് കൊടുക്കണം. ഇവരൊപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഒരു കടലാസ് ഞാൻ കാണിച്ചു തരാം. ഇത് SKSSFന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട കടലാസാണ്. ഒരു മുഅല്ലിം സമർപ്പിക്കേണ്ട കടലാസ്, പ്രതിജ്ഞ, അക്ഷര കടലാസാണ്. ഒരു മുഅല്ലിം SKSSF പ്രാദേശിക SKSSFന്റെ യൂണിറ്റിന് മുമ്പിൽ സമർപ്പിക്കേണ്ട, അയാൾ മുഅല്ലിമാണ് എന്നതിന് MSR സമസ്ത ഓഫീസിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ട അപേക്ഷയാണ്. ഞാനിവിടെ SKSSF എന്നുള്ളടത്ത് ഇന്നൊരു ശാഖ എന്നുള്ളത് അത് ഞാൻ വായിക്കുന്നില്ല. കാരണം ഒരു ശാഖ പറയണ്ട, ഇത് വളരെ വ്യക്തമാണ്, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന സ്ഥലത്തെ SKSSF സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലേക്ക് ബോധിപ്പിക്കുന്നു. പേരും ഇനീഷ്യൽ, മുഅല്ലിമിന്റെ പേരെഴുതുക, വീട്ടുപേര്, മൊബൈൽ നമ്പർ, MSR. ഈ MSR നമ്പർ തന്നെ എന്താ? വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കപ്പെട്ട MSR നമ്പർ. ഈ MSR നമ്പർ ഇപ്പം പറ്റൂല. കാരണം എന്താ? ഈ MSR നമ്പറിൽ കുറെ APക്കാർ കയറി കൂടിയിട്ടുണ്ട്. ഇവരെ പറ്റി പുറത്താക്കണമെങ്കിൽ എന്തിനു വേണം? നിലവിലുള്ള MSR മുഴുവൻ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ മോദി 1500 നോട്ടുകൾ ഇല്ലാതാക്കാൻ തീരുമാനിച്ചല്ലോ. കുറെ കള്ള നോട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അന്തിപ്പാതനാക്കി. എന്നാ അയാൾ ഈ നിലവിലുള്ളതായ 1500 നോട്ട് ഏത് ബാങ്കിന് കൊണ്ടുപോയി കൊടുക്കാൻ എപ്പോഴെങ്കിലും മാറ്റിയിട്ട് കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. 2000 ഒട്ടേറ്റോ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിയിരുന്നു. ഇവര് ആ MSRന് തുണ്ട് കടലാസിന്റെ വില പോലും ഇല്ലാതെ വെച്ചു. ഒരു വിലയില്ല. മാറ്റി എഴുതാനോ മാറ്റി കൊടുക്കാനോ ഒരു ചാൻസുമില്ല. നിലവിലുള്ള MSR മുഴുവൻ പിൻവലിച്ച് പുതിയതെടുക്കാൻ എല്ലാവരും പുതുക്കണമെന്നാണ്. ഈ പുതുക്കേണ്ടതിന് ഇനി APക്കാരോ മറ്റാരോ കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയാണ് പ്രാദേശിക SSFകാരന് ഒപ്പിട്ട് കൊടുത്തെങ്കിലേ അവരുടെ ഓഫീസിൽ നിന്ന് MSR കൊടുക്കുള്ളൂ. ഈ പ്രാദേശിക SKSSFന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതായി ഞാൻ വായിച്ചത്, ഈ മുഅല്ലിമീങ്ങളുടെ പേരെഴുതിയിട്ട് മേൽ പ്രസ്താവിച്ച ഇന്നാലിന്റെ പേരുള്ള എന്ന ഞാൻ, ആ പേരവിടെ ആൾ എഴുതണം. ഫുലാനുബുൽ ഫുലാൻ, ഇന്നാലിന്റെ മുഹമ്മദ് മൗലവി. ഉദാഹരണം, മുഹമ്മദ് മൗലവി എന്ന ഞാൻ ബഹുമാനപ്പെട്ട ആനക്കര C കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്തയെന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ AP സമസ്തയിലോ സംസ്ഥാനയിലോ എന്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഴ്ഘടകങ്ങൾക്കും മനസ്സാ വാചാ കർമ്മണ എന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എന്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എന്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ് എന്ന് ഇന്ന പേരുള്ള മുഅല്ലിം ഒപ്പ്, ജോലി ചെയ്യുന്ന മദ്രസയുടെ പേര്, രജിസ്റ്റർ നമ്പർ, പ്രസിഡന്റിന്റെ പേര്, ഫോൺ നമ്പർ, ജനറൽ സെക്രട്ടറിയുടെ പേര്, ഫോൺ നമ്പർ, ഇതെഴുതണം. ഏത് അതാത് മദ്രസ കമ്മിറ്റിന്റെ പേര് നമ്പർ ഇയാളെ എഴുതിപ്പിക്കണം.
എഴുതിപ്പിച്ചതിന്റെ മുന്നിലിട്ടാണ് മേൽപ്പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കമ്മിറ്റി ഭാരവാഹികളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്ക് യൂണിറ്റ് കമ്മിറ്റിയും സീലും മറ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും പ്രതിജ്ഞ തന്നെയാണ്. പ്രതിജ്ഞ ഒരു വാചകമായിട്ട് കൊടുക്കുകയാണ് നിർദ്ദേശം. SKSSF പ്രസിഡന്റ്, സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇത് കൊടുക്കണമെങ്കിൽ ഈ മുഅല്ലിം എഴുതിയിട്ടുള്ള ഫോൺ നമ്പർക്ക് ശരിയായ ഭാരവാഹി തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഏപ്പിക്കാർ ഏതെങ്കിലും ആൾക്കാരെ പേരൊപ്പിച്ച് കണ്ട് ഫോൺ നമ്പർ എഴുതിയിട്ട് കണ്ടുകൂടിയാലോ? ഇനി നിലവിലുള്ള കമ്മിറ്റി തന്നെയാണ് ഉറപ്പിച്ചു വരുത്തണം SKSSF. ഇപ്പൊ കണ്ടോ, ഏപ്പിക്കാരെ മാത്രം ഒഴിവാക്കലാ ഞങ്ങൾ ലക്ഷ്യമുള്ളൂ, വേറെ ആരും ഞങ്ങൾ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞപ്പോ കണ്ടൽ പോയത്. ഇപ്പൊ കിട്ടിയതാണ്. ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതില്ല. സംസ്ഥാനമൊന്നും വരില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ നോക്കുമ്പോ എല്ലാത്തിലും സംസ്ഥാനക്കാരനല്ല, AP സമസ്തക്കാരനല്ല എന്ന് പ്രത്യേകമായി അതിലൊന്നും പ്രവർത്തിക്കൂല എന്ന് സത്യബോധ്യപ്പെടുത്തിയെങ്കിൽ SKSSF-കാരന്റെ പ്രസിഡന്റ്, സെക്രട്ടറി സീൽ വെച്ച് ഒപ്പുകൊടുക്കുള്ളൂ. ഇത് കോഴിക്കോട് കിട്ടിയിട്ട് അവർ അന്വേഷിക്കും, പലതരം അന്വേഷണങ്ങളുണ്ട്. ആ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞാല് ഇയാൾക്ക് ഇത്ര കാലമായിട്ട് ഈ മദ്രസയിൽ ജോലിയുണ്ട്, ഇത്ര സർവീസ് ഉണ്ട്, ഇത് സമസ്ത എഴുതി ഒപ്പിട്ട് കൊടുക്കുള്ളൂ. ഈ MSR കൊടുക്കുന്നത് സമസ്ത, MSRന് ആധാരമാകുന്ന മദ്രസയിൽ അയാൾക്ക് സർവീസ് നൽകുന്നതും സർവീസ് നൽകാൻ ആധാരമാകുന്ന അധ്യാപനത്തിന് നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ചെലവ് കൊടുക്കുന്നതും നാട്ടിലെ മദ്രസ കമ്മിറ്റി. നാട്ടിലെ മദ്രസ കമ്മിറ്റിക്ക് ഇതിലൊന്നുമില്ല പങ്ക്. SKSSF-കാരന് കൊടുക്കാനുള്ള ഒപ്പ് പരിശോധിക്കുമ്പോ ഓരംഗം തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്ന പണി മാത്രം. എന്നിട്ട് ഈ MSR കൊടുക്കുന്നത് ഇതൊന്ന് റമദാൻ മാസത്തിലുള്ളത്ര ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് റേഞ്ച് അടിസ്ഥാനത്തിൽ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് പിരിച്ചെടുത്തിട്ട് കൊടുക്കുന്ന റമദാൻ കിറ്റ് പല റേഞ്ചുകളിലും. ഞാനിപ്പോ ഇത് മെല്ലെ 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 അറിയുള്ളൂ ഓരോന്നോരോന്നും. ഇത്രയൊന്നും ഗൗരവം നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ അതിനപ്പുറമുള്ള ആലോചന തലക്കന്നെ ഇത് പോയി ഉൾക്കാ പോവുക എന്നറിഞ്ഞുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. പക്ഷെ ഇതിലൊക്കെ ഗൗരവതരമായി മുന്നേറിയിരിക്കുന്നു. ഇപ്പൊ തന്നെ പേരുകൾ കേട്ടില്ലേ, ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി സന്നിധി മുസ്ലിയാരുടെ പേരില അന്ന് കൊടുത്ത്. ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ മരിച്ചിട്ട് പിന്നൊരു പ്രസിഡന്റ് കൂടി മരിച്ചുപ്പോ, പിന്നെ വേറൊരു പ്രസിഡന്റിനപ്പൊ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പൊ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ ഉള്ള അന്നത്തതാണ് ഈ എഴുത്ത്. അപ്പൊ വർഷങ്ങളായി നടന്നു വരികയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ അറിയുന്നില്ല. ഇതൊരു MSR എന്ന ഔദ്യോഗികമായി ഒരു തൊഴിലാളിയുടെ തൊഴിലവകാശമല്ലേ അത്? ഒരു തൊഴിലാളി അദ്ദേഹം ശമ്പളം പറ്റിക്കൊണ്ടൊരു മദ്രസയിൽ നിയമിക്കപ്പെട്ട മദ്രസയിൽ തൊഴിലെടുക്കുമ്പോ ഇത്ര കാലമായി ഞാൻ ഈ മദ്രസയിൽ അധ്യാപകനാണ് എന്ന സാക്ഷ്യപത്രം അയാൾക്ക് മദ്രസ മാനേജ്മെന്റ് നൽകണം എന്നത് ശരിക്കും ഒരു ഔദ്യോഗികമായ ലെവലിലെ ഒരവകാശമാണ്. മദ്രസ കമ്മിറ്റി നൽകുന്നതാണ് അതിന്റെ ശരി രീതി. നിങ്ങൾ ആലോചിച്ച് സ്കൂളിൽ കൊടുക്കേണ്ടത് സർക്കാരാണ്. സമസ്തയുടെ എന്തിനാ സർക്കാർ ചമയുന്നു? സമസ്തയുടെ സർക്കാരോ അർദ്ധ സർക്കാരോ ആണ് സമസ്ത എന്താ കൊടുക്കുന്നത്? മദ്രസയിൽ നിന്ന് അങ്ങോട്ട് പിരിക്കല്ലാതെ ഇങ്ങോട്ട് പിരിക്കുന്നതല്ലാതെ സമസ്തയിൽ നിന്ന് എന്ത് സാമ്പത്തിക സഹായമാണ് നാട്ടിൽ കിട്ടുന്നത്? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാതിരിക്കാനാണ് ഒരു കൊല്ലത്തേത് മുൻകൂറായിട്ട് SBS-ന്റെ മെമ്പർഷിപ്പ് ഫീസ് അടക്കം പരീക്ഷാ ഫീസിനൊപ്പം പിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത് ഒരുപാട് പിരിവുകൾ വരും. ഈ പിരിവുകളൊക്കെ അറിയാതിരിക്കാൻ അങ്ങോട്ട് പിരിക്കുന്ന സംഘത്തിന് സർക്കാർ ചമയാൻ വല്ല അവകാശമുണ്ടോ? അവരുടെ വിദ്യാഭ്യാസ ബോർഡിലെ പാഠബുക്കുകൾ വിറ്റുകൊടുക്കുന്നത് ഈ മദ്രസയിൽ, അതിന്റെ ലാഭം കിട്ടുന്നത് ബോർഡിന്, പരീക്ഷന്റെ ഫീസിന്റെ ലാഭം കിട്ടുന്നത് ബോർഡിന്, അങ്ങനെ ഓരോ തരത്തിൽ കിട്ടുന്നതും ബോർഡിന്. ഒരു മുഫത്തിഷിന് കൊടുക്കേണ്ട ശമ്പളവും നടത്തിപ്പിന്റെ ശമ്പളം ഒക്കെ കഴിച്ചാലും ബോർഡിന് കോടിക്കണക്കിന് രൂപ ലാഭവും മിച്ചവും തന്നെയായിരിക്കും. ഇതവിടെ ഇരിക്കട്ടെ, ഈ കണക്കുകളിലേക്ക് നമ്മൾ പോകില്ല. സാമ്പത്തിക വിഷയമാകും. ഭരണസമിതികളും ഭരണകൂടങ്ങളും ഒക്കെ ഇടപെട്ടേക്കാം. അത്തരം ഒരു സംഘടിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിരിക്കട്ടെ, ഈ പറയുന്ന തരത്തിലുള്ള സംഘങ്ങളൊക്കെ പിരിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഈ സംഘം എന്തിനാണ് സർക്കാർ ചമയുന്നത്? സർക്കാരും അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. സർക്കാരിന്റെ സ്കൂളാണെങ്കിൽ കെട്ടിടവും അവർ തന്നെ നടത്തുന്നു. മറ്റെല്ലാ സംഗതികളും സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്നു. മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ പോലും ശമ്പളം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ തന്നെയല്ലേ? അതുപോലൊരു സർക്കാർ സംവിധാനമാണോ സമസ്ത? പിന്നെ ഇങ്ങനെ സമസ്ത കൊടുക്കുന്ന MSR നീതിയല്ലല്ലോ അത്. അപ്പോഴല്ലേ ഈ കുഴപ്പമൊക്കെ. അപ്പോൾ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഞങ്ങൾ ഇന്ന് കൊടുക്കും. പക്ഷെ സർക്കുലർ നാട്ടുകാർക്ക് എത്തുന്നത് എങ്ങനെയാ? MSR കിട്ടിയാൽ മദ്രസയിൽ പഠിപ്പിക്കാൻ യോഗ്യതല്ല. മനുഷ്യന്മാർ ശരി തന്നെ.
ഒരു മുഅല്ലിം സർവീസ് രജിസ്റ്ററും കൂടിയില്ല, അയാൾക്ക് ഇത്ര കാലമായി സർവീസിന് തിരിയറില്ലാതെ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ പഠിപ്പിക്കാൻ പറ്റുന്നതെന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന നാട്ടുകാരെ. ഇത് ഇവിടെ കുതന്ത്രമാണ് പയറ്റുന്നത്. സ്വന്തം സംഘടനക്കാരെ കുത്തിത്തിരികെ അവർക്ക് മാത്രം ജോലി കിട്ടി വേറെയുള്ളവർക്ക് ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രമാണ് പയറ്റുന്നത് എന്ന് പാവപ്പെട്ട നാട്ടുകാരറിയില്ല. ഇതിരിക്കട്ടെ, ഈ റേഞ്ചിലെ അധ്യാപകർക്ക് ആ റേഞ്ചിലെ മദ്രസയിൽ നിന്ന് സ്വന്തം ക്ലാസ്സിൽ നിന്ന് അതത് അധ്യാപകന്മാർ പിരിച്ചിട്ട് കൊടുക്കുന്നതാണ് അതിലെ വലിയൊരു സംഖ്യ. നാട്ടിലുള്ള സാധുക്കളായ നല്ല ആളുകൾ, അതിൽ നല്ല ധനികന്മാരുമുണ്ട്. അവർ ഈ മുഅല്ലിമീങ്ങൾക്ക് ഒരു മാസം റമദാനിൽ വല്ലതും കഴിക്കാനുള്ള കിറ്റല്ലേത് കരുതി കൊടുക്കുന്ന സംഭാവനകളാണ് ഇതിന്റെ ഒരു തെളിവ്. ഇവരൊന്നും അവർ കൊടുക്കുന്ന സംഭാവനയോ ഇവർ പിരിച്ചെടുക്കുന്ന മദ്രസ കുട്ടികളുടെ രക്ഷിതാക്കൾ കൊടുത്തയക്കുന്നതോ ഈ പാവപ്പെട്ട മദ്രസയ്ക്ക് കിറ്റ് കിട്ടുന്നില്ല എന്നറിയുന്നില്ല. കിറ്റ് കിട്ടുന്നതില്ല എന്നറിയാൻ ആൾക്കാർ കിട്ടാത്തത് ഏപ്പിക്കാരനായ കിട്ടൂല, മറ്റു സംഘടനക്കാരനായി കിട്ടൂല, MSR ഇല്ലാത്തവർ കിട്ടൂല. അതിനും ഈ MSR ഇല്ല, ഒരു പൊമസാറോട് തുണി വെച്ചു. ഇവർ MSR ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഈ ഇംഗ്ലീഷ് അക്ഷരം MSR. ഇത് കേട്ടാ മനസ്സിലാക്കുന്നത് ഫിത്തനന്റെ എന്തോ ഒരു സാധനമാണ്. അതിനാണ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അറബിക്ക് നല്ലത്. ഈ ഇംഗ്ലീഷ് തന്നെ ആകെ ഫിത്തനക്ക നരകത്തിലെ ഭാഷയാണ് ഉറുദു നല്ലത് പറഞ്ഞത്. ഈ ഇംഗ്ലീഷ് വരാൻ നമ്മൾ തിരിക്കുന്നത്. ഈ MSR കേട്ടാൽ എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ മാനേജ്മെന്റും പള്ളിക്കാരും ചിന്തിക്കണം, നിയമിക്കാൻ വേണ്ടി MSR വേണമെന്ന് പറയുന്നത് അത്തരം ഒരു MSR ഞങ്ങളെ മനസ്സിൽ പഠിപ്പിക്കാൻ വേണ്ട. ഞങ്ങളാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നത്, ഞങ്ങളാണ് ഇവിടെ അധ്യാപകർ നിയമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ MSR ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട യോഗ്യതയുണ്ടെങ്കിൽ അയാളെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അയാളെ പഠിപ്പിക്കുന്നു പറയാനുള്ള ആർജവം മദ്രസ മാനേജ്മെന്റിനുണ്ടാകണം, മഹല്ലു കമ്മിറ്റികൾക്കുണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ ഈ ബോധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു കാര്യം മാത്രമല്ല, ഈ രീതിയിലുള്ള മുഅല്ലിമീങ്ങൾക്ക് റേഞ്ചിന്റെ വകയിൽ കൊടുക്കുന്ന കിറ്റ്, റമദാനിലെ കിറ്റ് കുറച്ചുണ്ടാവുന്നത് കിട്ടുമ്പോൾ അത്യാവശ്യം റമദാനിൽ കഴിച്ചാലുള്ള തരിയും മരുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്ന കിറ്റ് കൊടുക്കണമെങ്കിൽ കൂട്ടരെ അതുമാണ് സമസ്തയുടെ പ്രവർത്തകനായി മാറുക. റേഞ്ചിൽ അംഗത്വം കിട്ടുക, അതിനുമാണോ സമസ്തയുടെ പ്രവർത്തകനാകുക. സുപ്രഭാതത്തിന് വരിക്കാരെ ചേർക്കുക, സുന്നി അഫ്താന് വരിക്കാരെ ചേർക്കുക. ഇത്തരം പ്രവൃത്തികളൊക്കെ എത്ര ചെയ്തിട്ട് ബോധ്യപ്പെട്ടവന് മാത്രമേ കൊടുക്കുള്ളൂ. അത്തരം ഒരാള് ഒരു ഏപ്പിക്കാരുടെ യോഗത്തിന് എങ്ങനെയെങ്കിലും പോയി നാട്ടിലാകൊള്ളു. എങ്ങനെയെങ്കിലും ഒരു യോഗത്തിന് ആൾ പോയത് ഈ നാട്ടിലെ SSF കണ്ടു, എന്തിനാണ് പോയി? അപ്പുറത്തെ പള്ളി, അടുത്തുള്ള പള്ളി, ഏപ്പിക്കാരുടെ പള്ളി, അവിടെ ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്, അവിടെ ഒരു സ്വലാത്തിന് പോയി. അല്ലെങ്കിൽ അവിടുത്തെ നിക്കരിച്ചു കയറി. എന്നാൽ ഏപ്പിക്കാരെ പള്ളിയിൽ നിന്നാണ് നിക്കരിക്കല്, അയാൾക്ക് കൊടുക്കൂടാ, അയാൾ പ്രസംഗം പോകത്തില്ല, മറുപക്ഷത്തിന്റെ തോന്നിക്കുന്നു. ഈ വാശിയിൽ അവർ ഒഴിച്ചു നിർത്തുന്ന ആളുകൾക്ക് റമദാനിൽ കൊടുക്കുന്ന കിറ്റ് പോലും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പോലും നിരാകരിക്കല്ലേ സഹോദരങ്ങളെ? നമ്മൾ അള്ളാഹനെ എന്താ വിശേഷിപ്പിക്കുന്നത്? ആദ്യം ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അർ റഹ്മാൻ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവനെ വഴിപ്പെട്ടവർക്കും അനുസരിക്കുന്നവർക്കും അതിന് കീഴൊങ്ങി ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഭൗതിക വിഭവം കൊടുക്കും. ഭൗതിക വിഭവം കൊടുക്കുന്നവർക്ക് മുസ്ലിമും കാഫിറും വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും എന്ന വ്യത്യാസം അല്ലാഹു തആലാക്കില്ല. കാരണം മഹാനായ സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞു, ഇന്നമദ് ദുനിയാ ബലാഗ്, ദുനിയാവ് എന്ന് പറയുന്നത് എത്തിക്കിട്ടുന്ന അവിചാരിതമായ ഒരു സംഗതിയാണ്. അത് കിട്ടണം, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ്. അവിടെ മുസ്ലിമും കാഫിറും വ്യത്യാസമില്ല. ഓന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആലാക്ക് എതിരായി ജീവിക്കുന്ന ആളുകൾക്കോ ദോഷം ചെയ്യുന്ന ആളുകൾക്കോ എന്റെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല, എന്റെ വെള്ളം കുടിക്കാൻ അവകാശമില്ല, എന്റെ ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, എന്റെ ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് എങ്ങാനും തീരുമാനിച്ചിട്ട് നടപ്പാക്കിയാൽ നമ്മളൊരാൾക്ക് ഭൂമിന്റെ മുകളിൽ ജീവിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? അല്ലാഹു തആലയെ ധിക്കരിച്ചുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ മദ്യപിക്കുന്നത്, ചായ കുടിക്കുന്നത് പോലെ മദ്യപിക്കുന്നത്. ആ മദ്യപിക്കുന്ന സമയത്ത് റഹ്മാനായ അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തല്ലേ അത് പിടിക്കാനുള്ള കയ്യിന്റെ ശേഷി, അത് പിടിച്ച് വായോടടുപ്പിക്കാൻ കയ്യിലുള്ള ചലനശേഷി, വായിലേക്ക് ഒഴിച്ചൊരുക്കി പോട്ടിക്ക് ഇറങ്ങാനുള്ള ശേഷി, ചങ്കിലിറങ്ങിയത് അത് അന്നനാളത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരുണ്യം, കള്ളുകുടിക്കുന്നവന് വരെ നൽകിക്കൊണ്ട് സഹായിക്കുന്ന കരുണ വർദ്ധിക്കുന്ന രാജാതിരാജനായ റഹ്മാനായ അല്ലാഹ്
തഖല്ലഖൂ ബിഅഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ ഇത്തരം സ്വഭാവങ്ങളാണ് നിങ്ങളും നിങ്ങളുടെ ഗുണമായി സ്വീകരിക്കേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ മഹത്വത്തിൽ തന്നെ വഴിപ്പെട്ടവരോ തങ്ങൾക്കനുസരിക്കുന്നവരോ തന്റെ ഒപ്പം നിൽക്കുന്നവരോ തന്റെ എതിരാളികളോ എന്ന് നോക്കാതെ സഹായിക്കുന്നത് കൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നമ്മളെല്ലാവരും പോകുന്നത്. പാണക്കാട്ട തള്ളന്മാരെ എല്ലാ രാഷ്ട്രീയക്കാരും സമീപിക്കുന്നത്, നല്ല നല്ല ഭക്തന്മാരെ എല്ലാ രാഷ്ട്രീയക്കാരും സമീപിക്കുന്നത് എന്തുകൊണ്ടാണ്? അനുകൂലികൾക്കോ പ്രതികൂലികൾക്കോ നോക്കാതെ ഔദാര്യപൂർവ്വം അള്ളാഹുവിന്റെ റഹ്മത്ത് വിതരണം ചെയ്യുന്നവരാണ് നല്ലവർ. രാജാതിരാജന്റെ ഗുണമതാണ്, ദുന്യാവ് അതാണ്. പക്ഷെ ആഖിറം അങ്ങനെയല്ല. റഹീം, അവിടെയാണ് വഴിപ്പെട്ടവർ നോക്കുന്ന ഭവനം. അവിടെ വഴിപ്പെട്ടവർക്ക് മാത്രമേ പടച്ചോന്റെ കാരുണ്യം കിട്ടൂ, അല്ലാതെ ഒരാൾക്കും കിട്ടൂല. ഞമ്മക്ക് ശഫാഅത്തും കിട്ടൂ, അല്ലാതെ ഒരാൾക്കും കിട്ടൂല. അല്ലാഹു തആലാനെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനിന് മാത്രമേ ഔലിയാക്കളെ ശഫാഅത്ത് കിട്ടൂ, സയ്യിദുമാരെ ശഫാഅത്ത് കിട്ടൂ, ഉലമാക്കളെ ശഫാഅത്ത് കിട്ടൂ, അമ്പിയാക്കളെ ശഫാഅത്ത് കിട്ടൂ. അതാണ് ലോകമാണ്. ദുന്യാവിലെ വജീലത്തിന് മുടക്കാൻ പാടില്ല ആരും. ഇതാ നമ്മൾ മുടക്കുന്നത്. ദുന്യാവിന്റെ റമദാൻ മാസത്തിൽ ഒരു മുഅല്ലിമൻ അവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനം സമസ്തക്കാരനായില്ലെങ്കിൽ, അത് ഞങ്ങളെ സമസ്തക്കാരനായില്ലെങ്കിൽ, ഇന്നാൾ പ്രസിഡന്റ് സെക്രട്ടറി ആയ സമസ്തയുടെ പ്രവർത്തകനായില്ലെങ്കിൽ, വരിക്കാരെ ചേർത്തില്ലെങ്കിൽ കൊടുക്കൂല. പിന്നെ അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് മുഅല്ലിം ക്ഷേമനിധി. മുഅല്ലിം ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. ഓരോ മദ്രസയിൽ നിന്നും പിരിക്കുന്ന സമയത്ത് മുഅല്ലിം ക്ഷേമനിധിക്ക് വാർഷികമായൊരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. അതിന് മദ്രസയിലെ അധ്യാപകർ മുഴുവൻ പങ്കുചേരണം. വിദ്യാർത്ഥികൾക്ക് അതിന്റെ പേരിൽ ബാഡ്ജും സ്റ്റാമ്പും കൊടുക്കുന്നുണ്ട്. ആ വകയിൽ നമ്മളൊക്കെയും അത് കൊടുക്കണം. നമ്മൾ അറിഞ്ഞിട്ട് അറിയാതെ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുത്തേ പറ്റുള്ളൂ. സ്റ്റാമ്പും ബാഡ്ജും ഒന്നും കുട്ടികളെന്ന് ഒഴിച്ചു. ഇതില്ലാതെ ചിലത് നമ്മൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പറഞ്ഞാച്ചാലും കുട്ടികൾ അല്ലാതെ മുഅല്ലിം ക്ഷേമനിധി വെക്കണപ്പോൾ തീരുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിലിന്റെ മുഅല്ലിം ക്ഷേമനിധി ഹിന്ദിയിൽ രൂപ 15 ഒരു കുട്ടി കൊടുക്കണം. നമ്മളെ മദ്രസയിലെ ഇതൊന്നും നമ്മളെ സംസ്ഥാന മദ്രസയിലൊന്നുമില്ലേ, അതൊക്കെ കേൾക്കണ്ട. അതിന് ഫ്യൂച്ചറൊക്കെ ഉണ്ടാകും. പക്ഷേ അത് അപൂർവ, അത് കാര്യം ഫണ്ടൊക്കെ വ്യക്തമാക്കും. ഇത് മുഅല്ലിം ക്ഷേമനിധിയാണ്. ഈ മുഅല്ലിം ക്ഷേമനിധിക്ക് ഏപ്പിക്കാരന്റെ കുട്ടികൾ കൊടുക്കണം, ഈക്കക്കാരന്റെ കുട്ടികൾ കൊടുക്കണം, പരിസരത്തെ മുജാഹിദിന്റെ കുട്ടികൾ കൊടുക്കണം, ജമാഅത്താന്റെ കുട്ടികൾ കൊടുക്കണം. കാരണം സമസ്തന്റെ മദ്രസന്റെ പരിസരത്ത് ജമാഅത്ത് മുജാഹിദാരൻ താമസിക്കാതെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കല്ലേ, ഈ മദ്രസ മതി ഇത് തീരുമാനിക്കും. ഇനി എല്ലാവരും ഖുർആൻ പഠിപ്പിക്കാനും ഖുർആൻ ഓതാൻ എന്നുള്ളത് സുന്നി മദ്രസയാണെന്ന് മനസ്സിലാക്കിയിട്ട് പുത്തൻവാദികൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ മദ്രസക്ക് പറഞ്ഞേക്കും. അയാൾ കൊടുക്കണം ഈ ക്ഷേമനിധിന്റെ പൈസ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഈ 15 രൂപ കൊടുക്കുന്ന കൂട്ടത്തില് ഇവിടെ ഇരിക്കുന്ന മുഅല്ലിമ് അയാളുടെ ഒരു ദിവസത്തെ ശമ്പളം, ഒരു മാസത്തിൽ കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഒരു ദിവസത്തെ വേതനം ഓരോ മുഅല്ലിമും അതിലടക്കണം. ആ അടക്കുന്ന മുഅല്ലിമ് ഏൽപ്പിക്കാരനാണ്. ആ ഫണ്ട് വേണ്ടെന്ന് സമസ്ത പറയില്ല. ഏൽപ്പിക്കാരന്റെ പൈസ വേണ്ടാന്ന് സമസ്ത പറയില്ല. ഏൽപ്പിക്കാരന്റെ പൈസ ഇങ്ങോട്ട് വാങ്ങുകൊടുത്ത് വേണം. ഓരോ സംസ്ഥാനക്കാരനും കൊടുക്കണം. സമസ്തന്റെ മദ്രസ പഠിപ്പിച്ച അധ്യാപകരൊക്കെ കൊടുക്കണം. പക്ഷേ ഇയാളെ കുട്ടികളെ കെട്ടിക്കുന്ന നേരത്തോ വീടിന്റെ പണി എടുക്കുന്ന നേരത്തോ പാപ്പാക്ക് സുഖമില്ലാതെ നിത്യദാരിദ്ര്യത്തിൽ ദീർഘകാലത്തെ ചികിത്സ നൽകേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ കപ്പൂസിന്റെ പണി തുടങ്ങുമ്പോഴോ ഇതിനൊക്കെ മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കും. ഫണ്ട് കൂട്ടിയിരിക്കണമെന്ന് ഇപ്പൊ നമ്മൾ ഈ ക്യാമ്പയിന്റെ ശേഷം തീരുമാനമായിട്ടുണ്ട്. കുറച്ചുകൂടി കൂട്ടിയിരിക്കണം. ഈ കൂട്ടിയതും കൂടി മുഅല്ലിമേക്ക് ഒന്നുകൂടി ആവശ്യപ്പെട്ടാണ്. ഇങ്ങനെ അത് ഇത് കിട്ടണ നഷ്ടപ്പെടുന്ന നല്ല ഗല്ലിക്കോ ക്യാമ്പയിന്റെ കൂടിയത് ഈ ക്യാമ്പയിന്റെ ഒപ്പം കൂടിയാൽ ഞങ്ങൾ കൂട്ടിയതൊക്കെ നഷ്ടപ്പെടുന്ന ഇപ്പൊ കുറച്ച് കൂട്ടിയേക്കണേ. ഈ കൂട്ടിയത് കിട്ടണമെങ്കിൽ ആരാകണം? സമസ്തയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. സുപ്രഭാതത്തിന് 50 വരിക്കാരെ കൊടുക്കണം. സുന്നി അഫ്താറിന് 25 കൊടുക്കണം. ഇതൊക്കെ ഉദാഹരണം. വരിക്കാരെ കൊടുക്കണം. എത്ര എണ്ണങ്ങളിൽ മാത്രമേ ഞാൻ എന്റെ വന്ന് കൂട്ടുകയുള്ളൂ. അത്ര ആളുകളെ കൊടുക്കാതെ ഒരിക്കലും മുഅല്ലിം ക്ഷേമനിധി ചെയ്ത് കിട്ടില്ല. അപ്പൊ ഈക്ക സമസ്തക്കാരനായെങ്കിലേ കൊടുക്കുള്ളൂ. ഫണ്ടിന്റെ ഭരണഘടനയിൽ ഓരവിടെ എഴുതി വെച്ചാൽ പോരാ. അത് നാട്ടുകാരിൽ നിന്ന് പിരിക്കുമ്പം പിരിവെടുക്കുന്ന ആളുകൾ അറിയണ്ടേ ആർക്കാണത് കൊടുക്കുക, എങ്ങനെയത് കൊടുക്കാന്. ഈ മുഅല്ലിം നിർബന്ധമായി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് മുഅല്ലിം എന്ന നിലക്കുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് കൊടുത്തു കുറെ കാലം കൊടുത്ത സംസ്ഥാനക്കാരിൽപ്പെട്ട കുറെ ആളുകൾക്ക് സംസ്ഥാനക്കാരനാണ് നിങ്ങൾ നാട്ടിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഇത് തരാൻ കൊടുത്തില്ല പറഞ്ഞ് കത്ത് വന്നതും തിരിച്ചയച്ചതും ഒക്കെ ഉണ്ട്.
കോടതി പോയാൽ പ്രശ്നം കിട്ടില്ല. പക്ഷേ ഈ മുഅല്ലിം ക്ഷേമനിധിക്ക് പിരിക്കുന്നത് നാട്ടിൽ നിന്ന് എല്ലാവരിടത്തുനിന്നും പാവപ്പെട്ട മുഅല്ലിംകൾക്കെന്ന് പറഞ്ഞിട്ട് പിരിക്കുന്നു, കൊടുക്കുന്നത് സ്വന്തം വ്യക്തികൾക്ക് ഒറ്റുകാർക്ക് മാത്രം. ഈ വിധത്തിലുള്ള പക്ഷഭേദങ്ങൾ തന്നെ, അനീതികൾ തന്നെ, അധർമ്മങ്ങൾ തന്നെ, മനുഷ്യൻ കേട്ടാൽ ക്ഷതമില്ലാത്ത കാര്യങ്ങൾ തന്നെ, ഒരു ക്ഷതമില്ലാത്ത കാര്യങ്ങൾ തന്നെ വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ-ഉലമയും ഈ വലിയ ബലം കൊണ്ട്, ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന ബലം കൊണ്ട് അങ്ങ് തീരുമാനിച്ചിട്ട് ഫാസിസത്തിലൂടെ നടത്തുന്നു. ഒരു മഹല്ലിൽ ബന്ധപ്പെട്ടാലോ ആ മഹല്ലിലെ രേഖകൾക്ക് വരുമ്പോഴുണ്ട് ഈ പ്രശ്നം. SKSSFകാരന്റെ സഹായമാണ് അവിടെ. ആ മഹല്ലിലാണ് ജീവിക്കുന്നത്, ആ മഹല്ലിൽ പ്രവർത്തിക്കുന്ന ആളാ, ആ മഹല്ലിൽ കൊടുക്കുന്ന ആളാ. നമ്മൾ വേറെ മഹല്ലിലല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടിയൊക്കെ കൊല്ലിട്ടെങ്കിലും മറന്നത്. നിങ്ങളോ നോക്കാൻ ഈ വണ്ടൂര് പള്ളിയിൽ, ആ പള്ളിന്റെ മഹല്ലിന്റെ കീഴിൽ വരുന്ന ആര് വന്നാലും നമ്മൾ കൊടുക്കണില്ലേ? വിവാഹത്തിന്റെ രജിസ്റ്ററിൽ ഏത് കാലത്ത് നടത്തിയാലും കൊടുക്കണില്ലേ? ഇപ്പോഴൊക്കെ മുജാഹിദ് പള്ളികൾ പ്രവർത്തിക്കുന്നവരും പള്ളിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരും ഒരു പള്ളി നിക്കാഹിന്റെ പള്ളിക്കുന്നവരും കഴിയുന്നതാണ്. അതുകൊണ്ട് പണ്ടത്തെ കാതയുടെ കാലത്ത് നടന്ന നിക്കാഹിന്റെ രജിസ്റ്ററിൽ അവരിങ്ങനെ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന വിവാഹത്തിന്റെ രജിസ്റ്ററിൽ ഇപ്പത്തെ കാതയിൽ ഒപ്പുവെച്ച് കൊടുക്കണം. എന്നാലേ അവർക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ, എങ്കിലേ അവരെ മറ്റു കാര്യങ്ങൾ നടക്കുള്ളൂ. നോക്കിയാലോ, പക്ഷം നോക്കിയാലോ, സംഘടന നോക്കിയാലോ, പിന്നെ എന്ത് ഒലക്കത്തായി മഹല്ല് സംവിധാനം? ഇത് ചിന്തിക്കണ്ടേ? പ്രായത്തിനപ്പുറം കുട്ടിയാൽ സംസാരിച്ചു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം, ദോഷം കൊണ്ടാണ്, ധാർമ്മികമായ ദോഷം. ആ വിധത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അനീതികൾ തന്നെ. അനീതിക്ക് നേതൃത്വം നൽകുന്നത് ഉലമാക്കന്മാര്, ഇതിനെ ന്യായീകരിക്കുന്നത് ഉലമാക്കന്മാര്, അതിനെതിരായി സംസാരിക്കുന്നതിനെ കഠോരമായി എതിർക്കുന്നതും അവരെ ഈ വിപ്പം എന്നുവരെ ഭീഷണിപ്പെടുത്തുന്നതും അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പേടിപ്പെടുത്തുന്നതും ഒക്കെ ഉലമാക്കന്മാരും ഒക്കെ അറിവാളന്മാർ തന്നെ. ഈ ഒരു രീതിയിലേക്ക് പോയാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നാട്ടുകാരും മഹല്ല് ഭരണസമിതികളും മദ്രസന്റെ മാനേജ്മെന്റുകളും ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അനധിവിദൂര ഭാവിയിൽ നമ്മളെ മദ്രസയിൽ ഇപ്പം നിൽക്കുന്നിടത്തൊന്നും നിൽക്കൂല, ഇതൊക്കെ അപ്പുറത്തും വരുന്നുണ്ടാവും. ഇപ്പൊ രണ്ടാമത് ഇതിനിറങ്ങാനുള്ളൊരു കാരണം തന്നെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല പള്ളികളും പൂട്ടിക്കിടക്കുകയാണ്. പല പള്ളികളും ആ പൂട്ടിക്കിടക്കുന്ന പള്ളികളിലെ സങ്കടപ്പെട്ട ചെറുപ്പക്കാർ അവർക്ക് സ്ഥിതിവിശേഷങ്ങൾ പറഞ്ഞിട്ട് സഹിക്കാൻ വയ്യ. നമുക്ക് എന്തേ കാരണം എന്ന് ചോദിച്ചാൽ, ഏപ്പിക്കാർക്കോ ഇക്കാർക്കോ ഭരണം കിട്ടേണ്ടില്ല പ്രശ്നം. ആരാ ഭാരവാഹികളാകേണ്ടത്, ആർക്കാ പ്രസിഡന്റ് സ്ഥാനം കിട്ടേണ്ടത്? ചിലർക്ക് ഭാരവാഹി പ്രസിഡന്റൊക്കെ ഒരു കൂട്ടർ തന്നെയാണ്. പക്ഷെ ഞങ്ങളിത്തെ മൂലം ഒഴിവാക്കാൻ പാടില്ല, മറ്റേ മൂലം എടുക്കാൻ പാടില്ല. ഇതിനങ്ങിട്ട് ഇത് മൂക്ക് കൂടുമ്പോ ചില ആൾക്കാരുണ്ടാവുമല്ലോ, കയറുന്നൂല് ദേശം പ്രഷർ കയറുന്നൂല്, ഓല് കയറിയിട്ടൊക്കെ അടിച്ചാ മുടിച്ചൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഒന്നായിട്ട് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അത് ആരാതൊന്നും പറയാൻ പറ്റില്ല, പാർട്ടിയൊന്നും പറയാൻ പറ്റില്ല. ആർക്ക് രോഷം ഉണ്ടാവുന്നതൊക്കെ റമദാൻ മാസമൊക്കെ അതിന്റെ അപ്പുറം വരും. ഈ രീതിയിലുള്ള സംഗതികള് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് കൊണ്ടാണ് രണ്ടാമത് 89 തുടങ്ങിയിരുന്ന ഈ മദ്രസ കൂട്ടലും അടക്കലും എന്ന പ്രശ്നം രണ്ടാമത് തിരിച്ചു വന്നിരിക്കുന്നത്. ഇത് ഇനിയും തുടരണമോ? ഈ രീതിയിൽ അങ്ങനെ മുസ്ലിമീങ്ങൾ നീങ്ങണമോ? SPV SPS എന്നിങ്ങനെ കൊച്ചു കുട്ടികളെ 5 വയസ്സായ കുട്ടികളെ സംഘടനാ മെമ്പർമാരാക്കിയിട്ട് അവരെ ഈ സങ്കുചിത്വത്തിന്റെ ബലിയാറുകളാക്കി മാറ്റണം. അവരാ രീതിയിൽ തന്നെ പഠിപ്പിക്കപ്പെടണമോ? കുടുസി ചിന്തകൾ താനും തങ്ങളുടെ സംഘടനയും തങ്ങളുടെ മദ്രസയും അതിന്റെ അപ്പുറമൊക്കെ നാശം. അതിനൊക്കെ എന്തും പറഞ്ഞു, അപ്പുറത്തെ തങ്ങൾ എന്തും പറഞ്ഞു, അപ്പുറത്തെ മൂലയർ എന്തും പറഞ്ഞു, അപ്പുറത്തെ പാർട്ടി എന്തും പറഞ്ഞു, നമ്മളെ പാർട്ടി മാത്രം എന്ത് പറയുന്നത് പഠിപ്പിച്ചാൽ, അത് എല്ലാ പാർട്ടികളും ഒരുപോലെ ചിന്തിച്ചാൽ പിന്നെ അള്ളാഹ്ക്കാരാ കുട്ടിനെ ഇവിടെ പാർട്ടി, അള്ളാന്റെ ദീനിനാരാ പാർട്ടി, എല്ലാവരും സംഘടനയുടെ പാർട്ടിയും. പിന്നെ അള്ളാഹുവിന്റെ ദീനിന് മുസ്ലിമീങ്ങളായിട്ട് ആരുണ്ടാവും? ഇത് നമ്മൾ പ്രത്യേകം അറിയണം. സംഘടനയില്ലാത്ത മുസ്ലിമീങ്ങളുണ്ടാവൂലേ? സംഘടനകളെ പുറത്തുനിന്ന് വിലയിരുത്തുന്നവർ കാണില്ലേ? എല്ലാ സംഘടനകളിലും കുറച്ചൊക്കെ പ്രശ്നമുണ്ട്. ഒന്നിനും വജ്രപ്പാടൊക്കെ പ്രവർത്തിക്കാൻ എന്ത് ചിന്താഗതികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. സമൂഹത്തിൽ അങ്ങനെയൊക്കെ അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഒപ്പുവേണ്ടേ? അവർക്കിതൊന്നും വേണ്ടേ? ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ? തൊഴിലെടുത്ത മദ്രസാധ്യാപകന് അയാളുടെ തൊഴിലവകാശം എന്ന നിലയ്ക്ക് കിട്ടേണ്ടതായ MSR വരെ സംഘടനയുടെ ആജ്ഞാനുവൃത്തിയാണെന്ന് അവരുടെ ഒപ്പ് കിട്ടിയിട്ട് MSR അവരുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ എന്നത് തെറ്റിയാൽ തൊഴിലവകാശത്തിന്റെ പേരിലൊക്കെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൽ ഇടപെടുകയും നമ്മുടെ മദ്രസകളും മറ്റൊക്കെ ഇനിയും കുറെ പ്രശ്നങ്ങൾക്ക് വേദിയാവുകയും ചെയ്യില്ലേ സഹോദരങ്ങളെ?
നമ്മൾ ആലോചിക്കണം. അപ്പൊ എല്ലാത്തിനും വേദിയാണ്, പലതിനും വേദിയാണ്. നമ്മൾ ചിന്തിക്കണം. എല്ലാത്തിനുണ്ട് ഗോൾഡ്. ആ തരത്തിൽ ആ കാര്യങ്ങൾ നീങ്ങുന്നത് സർക്കാരുകളിലൊക്കെ അറിയുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾ പോലും മറ്റു സംസ്ഥാനക്കാരല്ല, നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മുടെ സുന്നിയിലോ നമ്മുടെ വണ്ടൂർ ജാമ്യയിലോ ഈ പട്ടിക്കാട് ജാമ്യനൂരിയിലോ അതിന്റെ ജൂനിയർ കോളേജിലോ ഒന്നും പഠിപ്പിക്കുന്നത് ഒന്നിങ്ങനെ നോക്കി പരിശോധിച്ചാൽ പറ്റില്ല എന്ന് വിധി എഴുതുന്നിടത്താണ് സർക്കാർ കൊടുക്കുന്നത്. അതിന്റെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യതീകാലങ്ങളിലൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരുപടി നിയമങ്ങൾ. ഈ തരം നിയമങ്ങൾക്കിടയിൽ രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ട് ഒന്ന് അധികാരം കിട്ടിയപ്പോഴേക്ക് നരേന്ദ്രമോദി എന്തൊക്കെ ഫാസിസമാണോ കാണിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ആളുകൾക്കും ആ പാർട്ടിയുടെ ആളുകൾ എന്ന് പറയുന്നവർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹൂങ്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പവറും പത്രാസൊക്കെ വന്നിട്ടില്ല. മനസ്സിൽ ആ തരത്തിൽ നിന്ന് മാറുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നേതാക്കളും അതിലെ കൊച്ചു 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 പ്രവർത്തകന്മാരും. ഇത് നല്ലവണ്ണം മുപ്പിരി കൂടി തിരികേറ്റിയിട്ട് ചൂടാക്കിയിട്ട് ഒന്നുകൂടി കൂട്ടിക്കൊടുക്കുകയാണ് ഉത്തരവാദപ്പെട്ട ഉലമാക്കളും പ്രായജനങ്ങളും ചെയ്യുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള എല്ലാ ബഹുമാനവും എല്ലാ മുസ്ലിമീകളെയും നമ്മൾ നൽകിക്കൊണ്ട് തന്നെ ആദരിക്കണം. ചെറിയ ബഹുമാനമല്ല. അള്ളാഹു ഒരു മുസ്ലിം എന്ന ആൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്നത്, നമുക്ക് അള്ളാഹു ഇസ്ലാം നൽകിയിരിക്കുന്നത് അള്ളാഹു നൽകിയ ഒരു മഹത്തായ ആദരവാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ടല്ലോ, ഞങ്ങൾ എന്നോ മുസ്ലിമീങ്ങളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഗനീമത്ത് സ്വത്തും ഫൈബ് സ്വത്തും ഒക്കെ ഓഹരി ചെയ്തു കൊടുക്കുമ്പോ അതിന്റെ വിഹിതം അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് ഞങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങൾ എത്ര കാലമായി ഇസ്ലാമിലെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് കെഞ്ചിക്കൊണ്ടൊരു കൂട്ടം ആളുകൾ വരുന്നതുവരെ മുനാഫിക്കുകളായിരുന്നു അവർ. ആ മുനാഫിക്കുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടിയിട്ട് പറഞ്ഞതിന് പ്രതി അല്ലാഹു തആല ഇറക്കുന്ന ആയത്താണ് യമുന്നൂന അലൈക അൻ അസ്ലമൂ. അവർ തങ്ങളോട് വന്നുകൊണ്ട് പറ്റു പറയും, അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. നബിയെ, തങ്ങൾ അവരോട് പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, നിങ്ങൾ മുസ്ലിമീങ്ങളായെന്ന് നിങ്ങളുടെ ഔദാര്യമായി നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് എന്നോട് പറ്റു പറയേണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഈമാൻ തന്നുകൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളാക്കിയത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത മഹത്തായ ഒരു സഹായമാണ്, ഔദാര്യമാണ്. അത് അല്ലാഹു നിങ്ങളോട് അങ്ങോട്ട് പറ്റു പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കൂ നബി എന്ന് പറയുന്ന ആ മഹത്തായ ഔദാര്യം ഉമ്മവാപ്പമാരിലൂടെ അന്ന് നൽകിയതുകൊണ്ട് ചെറിയതെല്ലാം ആ കൂട്ടരെ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാഹുമ്മ ഗ്ഫിർ ലിഹാദൽ മയ്യിത്ത്, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണം, ഈ മയ്യത്തിനോട് കരുണ ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാരോ ഏതെങ്കിലും ഒരു മകനോ സ്വന്തം പിതാവിന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടെങ്കിലും പുറത്തു കിട്ടണമെങ്കിൽ ഒരാൾ മുസ്ലിമാകണമല്ലോ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തങ്ങളുടെ കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആലു മുഹമ്മദിൻ എന്ന പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് അർഹനമാകണമെങ്കിൽ അയാൾക്ക് ഇസ്ലാം എന്ന് പറയുന്നത് വേണമല്ലോ. ഇസ്ലാമില്ലെങ്കിൽ എത്ര അടുത്ത ബന്ധുവും നബിയുടെ കുടുംബമല്ലല്ലോ. അബൂജഹൽ നബിയുടെ കുടുംബമല്ലല്ലോ. മൂത്താപ്പ അബൂലഹബ് നബിയുടെ ആലല്ലല്ലോ. നബിയുടെ കുടുംബമെന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അബൂലഹബ് എന്ന മൂത്താപ്പാക്ക് കിട്ടുന്നുണ്ടോ? കിട്ടൂല. കാരണം എന്തേ? ഇസ്ലാമില്ല. എന്നെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ഉമ്മയോ ഉപ്പയോ ബന്ധപ്പെട്ടവരോ ഇഷ്ടക്കാരോ വലിയ കഴിവുള്ളവരായിട്ട് ഏതെങ്കിലും തരത്തിൽ തോന്നിയാസിയായി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ മരിച്ചിട്ടുള്ള നമ്മുടെ ഒരു സഹോദരന് വേണ്ടി ഒരു വഴതിലോ മറ്റോ ദുആയിരപ്പിക്കുമ്പോ ആ ദുആയിരക്കുന്നത് ഈ ആൾക്ക് കിട്ടാനും ചെയ്യുന്ന സദഖകളുടെ ആൾക്ക് ഉപകരിക്കാനും അർഹത വരണമോ? ഇസ്ലാം എന്ന അർഹതയും ഈമാൻ എന്ന് പറയുന്ന സ്ഥാനവും അള്ളാഹു നൽകി ആദരിക്കണം. ഇത് അള്ളാഹു വശാലമായി കിട്ടിയവർക്കുള്ള സ്ഥാനമാണ്. പാർട്ടി ഏതാവട്ടെ, വിഭാഗം ഏതാവട്ടെ, സംഘടന ഏതാവട്ടെ, പിടിച്ച കൊടി ഏതാവട്ടെ, അള്ളാഹു മുസ്ലിമാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമിന് കിട്ടുന്ന ഔദാര്യമാണ് ആഖിറത്തിലെ സഹായം. ഇവർക്ക് റഹീം, ആഖിറത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തുള്ളൂ എന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ നമ്മൾ പറയുകയാണ്. ദുനിയാവ് അങ്ങനെയല്ല. ദുനിയാവിൽ അന്നവും വെള്ളം എല്ലാ വിധത്തിലുള്ളതും മുസ്ലിമിന് കൊടുക്കും പോലെ അള്ളാഹ് കാഫിർക്കും കൊടുക്കും.
ദുന്യാവിൽ അള്ളാഹ്ക്ക് വിവേചനമില്ല. ദുന്യാവ് കൊണ്ട് നമ്മൾ വിവേചനം ചെയ്യാൻ പാടില്ല. ആഖിറത്തിൽ നമ്മൾ വായിക്കുന്നത് പടച്ചോനെ പുറത്തുകൊടുക്കണേ ഒരു കാഫിറിന് വായിക്കാൻ പാടില്ല, നിഷിദ്ധമാണ് നമുക്ക്. കാരണം അർഹതയില്ല. ദുആ ചെയ്യാനോ ദുആ സ്വീകരിക്കപ്പെടാനോ അർഹതയില്ല. ആ മഹത്തായ ഇസ്ലാം ഒരാൾക്ക് അള്ളാഹു നൽകിയത് ചെറുതാണോ, ചെറിയ പദവിയാണോ? അത് അല്ല. അള്ളാഹുവിന്റെ റസൂല് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇബ്നു മാജ നിവേദനം ചെയ്ത പദമാണ്. ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി തങ്ങൾ കഅബ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് പരിശുദ്ധ കഅബയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, നബി തങ്ങൾ പറയുകയാണ്, മാ അത്യബകി വമാ ഓ കഅബ, നീ എത്ര പരിശുദ്ധമാണ്, നിന്റെ വാസനക്കെന്ത് സുഗന്ധമാണ്. മാ അഅ്ളമകി വമാ അഅ്ളമ ഹുർമതകി, നിന്റെ പവിത്രതയ്ക്ക് എത്ര മഹത്വമുണ്ടോ, നിനക്കെത്ര മഹത്വമുണ്ടോ, എത്ര വലിയ മഹത്വമായ ഭവനമാണിത്. ആരാത്? ഹാദൽ ബൈത്ത്, ഹിജ്ജുൽ ബൈത്ത് എന്ന് നമ്മൾ പറയുന്ന കഅബ. ആ കഅബയുടെ ഓരത്തിട്ടുള്ളുമ്പോ ചില ഓരങ്ങളിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു മുട്ടൽ സുന്നത്താ. കൈവെക്കാൻ കിട്ടാത്തവർക്ക് അവരുടെ കയ്യിലുള്ള വടി കൊണ്ടോ വിരൽ കൊണ്ടോ അതിലേക്ക് ചൂണ്ടിയിട്ട് അതിങ്ങനെ പിടിച്ച് ഇസ്തിലാമ് ചെയ്യൽ സുന്നത്താ. അത്ര പവിത്രമായ കഅബയിലേക്ക് നോക്കിയിട്ടാണ് നബി പറയുന്നത്, മാ അഅ്ളമകി വമാ അഅ്ളമ ഹുർമതകി, നീ എത്ര മഹത്തരമാണ് കഅബ, നിന്റെ പവിത്രമായ സ്ഥാനം എത്ര മഹത്തരമാണ്. ഇത് വിവരിച്ചിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിച്ചിട്ട് മുത്തുനബി തങ്ങൾ തുടർന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ കഅബയുടെ പവിത്രത ഞാൻ സംസാരിക്കുന്നത് എന്തിനാണ്? ഈ മുഹമ്മദിന്റെ ശരീരം നിയന്ത്രിക്കുന്ന റബ്ബ് തന്നെയാണ്. ലഹുർമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു വിശ്വാസിയായ ശരാശരി മുസ്ലിമിന്റെ ഹുർമ അല്ലാഹുവിന്റെ അടുക്കലുള്ള ഹുർമ അഅ്ളമു മിൻ ഹുർമതികി, നിന്റെ പവിത്രതയേക്കാൾ എത്രയോ മഹത്തരമാണ് കഅബ എന്ന് കഅബയെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ, കഅബയെ സാക്ഷി നിർത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ, അനുയായികളെ സാക്ഷി നിർത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രസ്താവിക്കുന്ന ഈ പവിത്രത അല്ലാഹു തആല ഔദാര്യമായി തന്നിട്ടുള്ളവരാണ് നമ്മൾ മുസ്ലിം. എത്തിക്കാരൻ മുസ്ലിമല്ല സഹോദര, സുന്നിയുമല്ല സഹോദര, ശാഫിഈ മദ്ഹബുകാരനുമല്ല സഹോദര. ഈ പാവപ്പെട്ട സംസ്ഥാനക്കാരൻ നിങ്ങൾ എന്തോട് തെറ്റ് ചെയ്തു? ഞങ്ങൾ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങളെ വല്ല മദ്രസയും പിടിച്ചടക്കാൻ ഞങ്ങൾ വന്നിട്ടുണ്ടോ? വേണ്ടാതരത്തിൽ നിങ്ങളോട് വല്ല ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? അരുതാത്തത് പറഞ്ഞാൽ എതിർത്തിട്ടുണ്ടാകും, ശരിയാണ്. വേണ്ടാത്തത് ശബ്ദിച്ചാൽ എതിർത്തിട്ടുണ്ടാകും, ശരിയാണ്. വേണ്ടാത്തത് കാണിച്ചാൽ സംസാരിച്ചിട്ടുണ്ടാകും, ശരിയാണ്. നേതാവിന്റെ മയ്യത്ത് കാണാൻ വരുന്ന നേതാവിനെ നുള്ളിയിട്ടും പിച്ചിയിട്ടും തിരിച്ചുവിടുന്ന തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന കുട്ടികളായിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ ഉപന്യാസം ചെയ്യുമ്പോൾ അതിനെതിരെ ചിലപ്പോൾ ഞങ്ങൾ വിശദത്തിൽ എഴുതിയെന്നിരിക്കും, സംസാരത്തിൽ പരിഹരിച്ചെന്നിരിക്കും. ഇതൊക്കെ നടന്നതല്ലേ എന്ന് ചിന്തിക്കണം. കുട്ടികളെ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടതെന്ന് പഠിപ്പിക്കുമ്പോൾ ഓർക്കണം. മറ്റൊരു സംഘടനയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ഒരു പ്രസിഡന്റ് മരിക്കുമ്പോൾ കാണാൻ വേണ്ടി വരുന്ന ഉപചാര മര്യാദ കാണിക്കുന്ന സമയത്ത് ആ ഉപചാര മര്യാദ കാണിക്കുന്ന ആ മനുഷ്യനെ നുള്ളിയിട്ടും പിച്ചിയിട്ടും അയാൾ ഓടി രക്ഷപ്പെടേണ്ട പവിത്ര സ്ഥാനം നമ്മളെ മലപ്പുറം ജില്ലയിൽ സമസ്തയുടെ പ്രസിഡന്റ് മരിച്ചപ്പോൾ ഉണ്ടായതല്ലേ? കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്ന പ്രസിഡന്റ് മരിച്ചപ്പോൾ ഉണ്ടായതല്ലേ? ആരാണ് സഹോദരന്മാരെ മറുപക്ഷത്തെ AP വിഭാഗത്തിലെ അത്യുന്ന നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറെ നുള്ളിയതും പിച്ചിയതും? ഇത് സംഘടനാ സംസ്കാരമാണോ? മുസ്ലിം സംസ്കാരമാണോ? സുന്നി സംസ്കാരമാണോ? ഇത്തരത്തിൽ നിർഗളിച്ചു പോയിട്ടുള്ള, വഴികെട്ടുപോയിട്ടുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഈ സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ ചെറിയ കുട്ടികളെ SPV മുതൽ കളച്ചിട്ടുകൊണ്ട് സങ്കുചിതത്വം വളർത്തുമ്പോൾ അരുതെന്ന് പറയുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുതന്നെ ഞങ്ങളുടെ മാസികയിൽ എഴുതും. ഈ വിഷയം തന്നെ ഞങ്ങൾ പലപ്പോഴും എഴുതി ഞങ്ങളുടെ മാസികകളിൽ അറിയിച്ചു. മദ്രസകൾ സമസ്തയുടേതല്ല, പള്ളികൾ സമസ്തയുടേതല്ല, അടക്കി പിടിച്ച് ഭരിക്കുന്നതും മറ്റുള്ളവരെ പുറത്താക്കുന്നതും ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അതിന്റെ വരികളുടെ വില പോലും, കടലാസിന്റെ വില പോലും നിങ്ങൾ അതിന് കൽപ്പിച്ചില്ല. അപ്പോഴാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ജനങ്ങളെ ഇത് അറിയിക്കേണ്ടതുണ്ട്. എന്നിട്ടും ജനത്തിന് വേണ്ടെങ്കിൽ ആയിക്കോട്ടെ,
നിങ്ങളെ തന്നെ പുതിച്ച് നിങ്ങൾ ചെയ്യുന്ന ആരുതായ്മകൾക്കൊക്കെയും ഈ ജനങ്ങൾ നിന്ന് തരുന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് അല്ലാഹുവിനോട് പറയാമല്ലോ. വേണ്ടാത്തരങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ സംഘടന പ്രതികരിച്ചു. ഞങ്ങൾ 80 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് ഈ 80 വർഷക്കാലത്തിന്റെ ആഹ്ലാദം പങ്കുവച്ചിട്ട് സന്തോഷം പങ്കുവച്ചിട്ട് പെരുമ കൊട്ടി പാടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? 50 കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തകർ എന്ന നിലക്ക് ഈ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ മുസ്ലിമീങ്ങളുടെ നിലവാരം ഇതാണെങ്കിൽ, നിങ്ങൾ സുന്നി സംഘടനകൾ എന്ന പേരിൽ ഉലമാക്കളാൽ ഭരിക്കപ്പെടുന്ന നിലവാരം ഇതാണെങ്കിൽ, പിന്നെ സംസ്ഥാനക്ക് എന്താണ് കൂട്ടരെ സന്തോഷിക്കാൻ വക? 50 വർഷത്തെ പ്രവർത്തനത്തിൽ ഇത്തരം അനുയായികളാണ് നാട്ടിൽ വളർന്നു വരുന്നതെങ്കിൽ, ഇത്തരം സംസ്കാരമാണ് പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ, ഇതാണ് ഞങ്ങൾ ഇത്തരം ഒരു ക്യാമ്പയിൻ ഇറങ്ങാനുള്ള കാരണം എന്ന് നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ദേഷ്യമോ ദോഷമോ അതിന്റെ പ്രകടനങ്ങളോ ഒക്കെ കാണും. കാര്യത്തിലങ്ങ് എത്തുമ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ, അതൊന്നും നമ്മൾ നോക്കേണ്ട. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചെന്ന് വരും. ഇതൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. മേലെ തല പോയാൽ ഒക്കെ മരിക്കാൻ കൊടുത്താൽ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തുക. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. മരിക്കുക അതാരും മരിപ്പിച്ചില്ലെങ്കിലും അല്ലാഹു തആല മരിപ്പിക്കും, മരിക്കും. അതൊന്നും നമ്മൾ പേടിച്ചിരിക്കാൻ പറ്റില്ല. ഒരാൾ ഇരുത്താനും നിൽക്കണ്ട. ഇരുത്തേണ്ടവരാരുണ്ടെന്ന് അല്ലാഹുക്കറിയാം. അന്ന് എത്തുമ്പോൾ ആരും ഇരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും പേടിപ്പിച്ചിട്ട് ഉമ്മാച്ചി കാട്ടുന്നത് ആരും സംഗതികൾ ആലോചിക്കുക. എന്താണ് ഇവിടെ നടക്കുന്ന സംഗതികൾ? ഒരു മുസ്ലിമായ മനുഷ്യൻ ഏൽപ്പിക്കാരനാവട്ടെ, സംസ്ഥാനക്കാരനാവട്ടെ, മറ്റാരാവട്ടെ, മുസ്ലിമാണെന്ന് നിലക്ക് കിട്ടുന്ന ഈ ബഹുമതിയെ ഒരാൾ പിച്ചിച്ചിരുന്നതിന്റെ റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അബൂയാൽ നിവേദനം ചെയ്ത സ്വഹീഹായ സനദ് കൊണ്ട് നിവേദനം ചെയ്ത ഹദീസിൽ നബിതങ്ങൾ പറയുന്നു, അത്തദറൂന അർദൽ റിബാ ഇൻദല്ലാഹ്, പലിശകളുടെ കൂട്ടത്തിൽ വെച്ച് കൊടും പലിശ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏറ്റവും വലിയ ഒറ്റപ്പലിശ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല, തങ്ങൾ വിവരിച്ചു തരാതെ എന്ന് സ്വഹാബികൾ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഫഇന്ന അർദൽ റിബാ ഇൻദല്ലാഹ് ഇസ്തിഹ്ലാലു ഇർദി മുസ്ലിം, ഒരു മുസ്ലിമായ വിശ്വാസിയുടെ അഭിമാനത്തെ പിച്ചിച്ചീന്തുന്ന പണി എന്തുണ്ടോ അയാൾ മുസ്ലിമാണെന്ന നിലക്ക് അല്ലാഹു നൽകുന്ന അഭിമാനത്തിന് വിലകൽപ്പിക്കാതെ അവരെ ശകാരിക്കുന്നതും കുറ്റം പറയുന്നതും അവരുടെ അന്നം മുടക്കുന്നതും അവരുടെ ജോലി മുടക്കുന്നതും മദ്രസയിൽ നിന്ന് ഒഴിവാക്കുന്നതും അവർക്കൊരു ലോക്കൽ മുസ്ലിമിന്റെ സ്ഥാനം പോലും കൽപ്പിക്കാതിരിക്കുന്നതുമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കടുത്ത പലിശയെന്ന് അഷ്റഫുൽ വറാ ത്വാഹാ റസൂലുള്ളാഹി. ആ പലിശയെ തങ്ങൾ പറഞ്ഞു തരാം ഒന്നുകൂടി. എന്നിട്ട് തങ്ങൾ വിവരിക്കുന്ന ഹദീസ്, ഇന്നൽ റിബാ നൈഫും വസബഊന ബാബ, 70 ചില്ലാനം ഇനങ്ങളുടെ പലിശ. അഹ്വനുഹുന്ന ബാബൻ മിനൽ റിബാ മിസ്ലു മൻ അതാ ഉമ്മഹു ഫിൽ ഇസ്ലാം, മുസ്ലിമായിട്ട് അല്ലാഹു ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചിട്ട് സ്വന്തം ഉമ്മാനെ ഭാര്യയോട് ചെയ്യുന്ന പണിക്ക് ഉപയോഗപ്പെടുത്തിയവൻ എങ്ങനെയാണോ, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചവൻ ആരാണോ, അവന് കിട്ടുന്ന കുറ്റം പോലത്തെ കുറ്റമാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ പലിശക്കുള്ളത്. എന്നിട്ട് എനിക്ക് ഞങ്ങൾ പറയാ, 35 തവണ വ്യഭിചരിച്ചാൽ അതിന് കിട്ടുന്ന ശിക്ഷയേക്കാൾ കഠോര ശിക്ഷയാണ് ഒരു റിബയുടെ ദിർഹം. പലിശക്ക് കിട്ടുന്ന ഒരു വെള്ളിയുറുപ്യ, ഈ വെള്ളിയുറുപ്യകൾക്കുള്ള കഠിനത. എന്നാൽ പലിശകളുടെ കൂട്ടത്തിൽ കഠോര പലിശ, റിബാകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പലിശ, പലിശകളുടെ കൂട്ടത്തിൽ മനുഷ്യനോട് പറയാൻ വായ കൊണ്ട് പറയാൻ കൊള്ളാത്ത ദുഷ്ടപലിശ. മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തലും മാനക്കേട് വരുത്തുന്ന തരത്തിലെയാണ് ശകാരിക്കലും കുറ്റപ്പെടുത്തലുമാണെന്ന് പറയുന്നതിൽ ഏൽപ്പിക്കാരനും സംസ്ഥാനക്കാരനും സ്വന്തം സംഘടനക്കാരില്ലാത്ത എല്ലാ മുസ്ലിമീകളും പെട്ടുകൊണ്ട് ചിന്തിക്കണം. ഇത് മാനിക്കാത്ത സംഘടനാ സംസ്കാരം എന്തിനാണ് മുസ്ലിമിന്? ഇത് ഗൗരിക്കാത്ത സംഘടനാ സംസ്കാരം നമ്മൾ വളർത്തേണ്ടതാണോ? പിന്തുണയ്ക്കേണ്ടതാണോ? അതിന് സംഭാവന ചെയ്യേണ്ടതാണോ? അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മെമ്പർഷിപ്പ് കിട്ടാൻ അനുവദിക്കാമോ? നമ്മളെ മദ്രസയിലെ കുട്ടികൾക്ക് നമ്മളെ ഇത്തരം സംഘടനയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം കൊടുക്കാമോ? ചിന്തിക്കണം. ഇത് ഞങ്ങൾക്ക് നാട്ടുകാരെ പറയാനുള്ള ബാധ്യതയുണ്ട്. ഞങ്ങളുടെ സംഘടനയുടെ ഉലമാക്കൾക്ക് അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മുറപോലെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി ഓരോരുത്തരും കുട്ടികൾ തന്നെ സംസാരിച്ചുകൊണ്ട് അപ്പുറപ്പുറമൊക്കെ തെറ്റുണ്ടാന്ന് കരുതുന്നതാണ്. വയസ്സന്മാരിലും അപ്പുറത്തും പുറത്തും കൂട്ടാൻ തന്നെ. അപ്പൊ ഇങ്ങനത്തെ ഞങ്ങളൊന്ന് ലേശം കൂടി ഇറങ്ങുന്നത് സംസ്ഥാന ജമീയത്തുലമാകുന്ന എനിക്കുള്ള വക്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ശരിക്കും പറയുന്നത് സംസ്ഥാന ജമീയത്തുൽ നമുക്ക് ബാധകവുമാണ്. തിരുത്താനെ ജമീയത്തുലും കൊണ്ടെങ്കിൽ പറ്റും.
ആ നിലക്കുള്ള ഈ സംസാരം ഉത്തരവാദപ്പെട്ട് തന്നെ നടത്തുന്നത് നാട്ടുകാരിതറിയാം, ജനങ്ങൾക്കറിയാം. ഇത്തരം സംഘടനാ സംസ്കാരം നമ്മൾ ഒരിക്കലും വളർത്തിക്കൂടാ. ഈ രീതിയിൽ ഏത് പക്ഷത്താണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾക്കൊരു കൂട്ടരോടും പ്രത്യേകം അവധിയുണ്ട്. പറയുമ്പോൾ ഓരോന്നങ്ങനെ പറയും. 89 ഇതേ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നാട്ടിലുള്ള പള്ളികളൊക്കെ പിടിച്ചടക്കാനും അവിടെയൊക്കെ എല്ലാം കൂടി ആക്കാനും വേണ്ടിയിട്ട് നിൽക്കണ്ട, അവനാരെ മദ്രസ വേണമെന്നുള്ളവർ അവനാരെ പാറിണ്ടാക്കാന്നല്ലാതെ നടത്തി വരുന്നതൊക്കെ അങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അന്നത്തെ പീസ് ക്യാമ്പയിന്റെ ധ്വനി. അതിന്റെ കൂടി ബലത്തിലാണ് നിലവിലുള്ള പള്ളികളും മദ്രസകളും ഒക്കെ നടക്കുന്ന അതേ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നത്, രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഈക്കസമസ്തക്കാർക്ക് അത് കിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, ഈ MSR പിൻവലിച്ചുകൊണ്ട് പാവപ്പെട്ട മുഅല്ലിമീങ്ങളെ ബുദ്ധിമുട്ടിപ്പോയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡോ ജംഇയ്യത്തുൽ ഉലമക്കോ നട്ടലുണ്ടെങ്കിൽ നിലവിലിരിക്കുന്ന പെരുപ്പം പറയുന്ന 10,000-ഓളം വരുന്ന മദ്രസകളുടെ എല്ലാറ്റിന്റെയും അംഗീകാരം ഒന്ന് പുതുക്കണമെന്ന് തീരുമാനിച്ചിട്ട് നിലവിലുള്ള അംഗീകാരം റദ്ദു ചെയ്തിട്ട് ഞങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന മദ്രസക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷ തരൂ, ഇതിന്റെ അംഗീകാരം ഞങ്ങൾ പുനഃക്രമീകരിക്കുകയാണ്, ഇത് പുതുക്കുകയാണ് എന്ന് തീരുമാനിക്കാറുള്ള നട്ടല് സമസ്ത വിദ്യാഭ്യാസ ബോർഡിനുണ്ടോ? ഉണ്ടെങ്കിൽ അവർ കാണിക്കുമ്പോൾ എത്ര മദ്രസകൾ ഈ 10,000 എത്ര കിട്ടുമെന്ന് പറയാം. ഒന്നാലോചിക്കുക. ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയട്ടെ, നിലവിലിരിക്കുന്ന സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളൊക്കെ കുഴപ്പം ആഗ്രഹിക്കാത്ത നാട്ടുകാർ, വിഷമം ആഗ്രഹിക്കാത്ത നാട്ടുകാർ നിലവിലുള്ളത് നടത്തുന്നതായി പോട്ടെ, നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് പുതിയ ഒന്ന് വരുത്താണ്ടാന്ന് കരുതി നടത്തുന്നതാണ്. ഇതല്ല EK സമസ്തനെ 100% അംഗീകരിച്ചിട്ട് തന്നെയാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാക്കുന്നതിന് ഇപ്പം കൊടുക്കുന്ന അപേക്ഷയിലെ വാചകം വെച്ച് 1000 നേടിയിട്ടുള്ള കാലത്ത് അപേക്ഷകൾ വായിക്കാതെ സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് പോലെ EK സമസ്തക്കാരോട് പൂർണ്ണമായി 100% അംഗീകരിച്ചുകൊണ്ടാണ് EK സമസ്ത മദ്രസകളൊക്കെ നിൽക്കുന്നതെന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ MSR പിൻവലിച്ച അതേമാതിരി മദ്രസന്റെ അംഗീകാരം ഒന്ന് പിൻവലിക്കും കൂടി ചെയ്തതുപോലെ. എന്നിട്ട് എല്ലാ മദ്രസകളും രണ്ടാമത് ബോധ്യത്തോടുകൂടെ ഉത്തമ ബോധ്യത്തോടുകൂടെ അംഗീകരിക്കണമെന്ന് നിങ്ങളൊന്ന് അപേക്ഷ എഴുതി തരും, എന്നാലേ ഞങ്ങളിന്ന് അംഗീകരണം തരുള്ളൂ, പുതിയ നമ്പറാക്കുകയെന്ന് പറഞ്ഞാൽ എത്ര മദ്രസ ഉണ്ടാകും സമസ്തക്ക്? അപ്പം നോക്കാം. അതാണ് സമസ്തന്റെ മദ്രസന്റെ തീർപ്പ്. അപ്പുറം വേണ്ടാത്തൊന്നും പറയരുത്. കേരളത്തിലെ 4 ഉലമാ സംഘടനകളിൽ മുഷാവറയിലുള്ള 40 മെമ്പർമാരെ കൂട്ടിയ മുഷാവറ അംഗങ്ങൾ മാത്രം 160 മെമ്പർമാരുണ്ട്. 160 മുഷാവറ അംഗങ്ങളാകാൻ യോഗ്യതയുള്ള ഉലമാക്കളിൽ 40 പേര് മാത്രമാണ് EK സമസ്തക്കാർ. അല്ലെ, 40 ഉലമാക്കൾ മാത്രമേ EK സമസ്തക്കാരുള്ളൂ. അതായത് 4 ഭാഗത്തിൽ നിന്ന് 1 മാത്രമാണ് EK സമസ്തയിലെ ഉലമാക്കൾ. സമസ്ത എന്നത് സമസ്ത ഉലമാവിനെയും ഉൾക്കൊള്ളുന്ന സംഘമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിലെ തന്നെ 4 സുന്നി സംഘടനയിലും മുഷാവറയിലും ഉലമാക്കളും മുഷാവറ അംഗങ്ങളാകാൻ യോഗ്യതയുള്ളവരാണല്ലോ. ആ ഉലമാക്കൾ 160 ഉള്ളതിൽ 40 പേരല്ലേ EK സമസ്തയിലും മുഷാവറ മെമ്പർമാരുള്ളൂ. ഒരു തീരുമാനിക്കുന്നതാണോ കേരളത്തിൽ ഒട്ടാകെ നടപ്പാക്കേണ്ട ദീൻ? ഇതിനാണോ ആധികാരികത? ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ആലോചിച്ച് വേണം സംഘടനാ ബോധനം നടത്താനെന്ന് ബന്ധപ്പെട്ടവരെയും സംഘടനാ നേതാക്കളെയും ഉണർത്തിക്കൊണ്ട് നാട്ടുകാരായിട്ടുള്ള നാട്ടുകാർ, സദ്വൃത്തരായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള സമൂഹം അഴുതായ്മകൾക്ക് നമ്മൾ കൂട്ടി നിൽക്കാൻ പാടില്ല. വലായിജിരിമന്നക്കും ശനആനു ഖൗലി അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒന്നിൽ അല്ലാഹു തആല പറയുന്നത് വലായിജിരിമന്നക്കും ശനആനു ഖൗലി, ഒരു കൂട്ടരോട് അവർ മുശ്രിക്കുകളാണെന്ന നിലക്കും കാഫിറുകളാണെന്ന നിലക്കും നിങ്ങൾക്കുള്ളതായ ദേഷ്യം തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അല്ലാ തഅദിലു, അവരോട് അനീതി കാണിക്കാൻ. ഇതിലു അമുസ്ലിമീങ്ങളാണെങ്കിലും അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കണം, നീതി പോലെ നിങ്ങൾ പെരുമാറണം. അതാണ് തഖ്വക്ക് ഏറ്റവും അടുക്കയായത്. ഹൃദയത്തിൽ തഖ്വയുണ്ടാകാൻ ഏറ്റവും നല്ല ഗുണം അതാണ്. ആ തഖ്വക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യുന്ന ഉലമാക്കളെ വെള്ളിയാഴ്ച മെമ്പറിൽ കയറി സ്വന്തത്തോടും ജനങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഉലമാക്കളെ, ഈ തഖ്വ മനസ്സിലേക്ക് വരാൻ ഏറ്റവും അടുക്കയായ മാർഗം അമുസ്ലിമീങ്ങളോട് പോലും നീതി പാലിക്കുകയാണെന്ന ഖുർആനിന്റെ ആ വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മറുപക്ഷത്തുള്ള സംഘടനക്കാർ മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്, ശാഫിഈ മദ്ഹബുകാരാണ്,
അശ്അരി ത്വരീഖത്തുകാരാണ്, തങ്ങളെപ്പോലെ സമസ്ത എന്ന പേരിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നവരാണ്, സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സ്വീകരിക്കുന്നവരാണ്. പ്രസിഡന്റും സെക്രട്ടറിയും മാറിയ വ്യത്യാസം മാത്രമേ രണ്ട് സമസ്തക്കും ഉള്ളൂ. അതുകൊണ്ടാണല്ലോ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്നാള് പ്രസിഡന്റും ഇന്നാള് സെക്രട്ടറി ആയ സമസ്ത എന്ന് പറയേണ്ടി വരുന്നത്. അതിന് ഔദ്യോഗികമായി അംഗീകാരമുള്ള ഒരു ജമീയത്തിനവർക്ക് ഇന്നാള് പ്രസിഡന്റ് ഇന്നാള് സെക്രട്ടറി എന്ന് പറയണ്ടല്ലോ. ഈ SKSSFന്റെ ഫോമിൽ വരെ ഇന്നാള് പ്രസിഡന്റും ഇന്നാള് സെക്രട്ടറി ആയ സമസ്ത എന്ന് പറയേണ്ടി വരുന്നത് പ്രസിഡന്റ് സെക്രട്ടറിന്റെ പേര് മാറിയെങ്കിലേ സംഗതി തിരിയുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ. ഇതാണ് രണ്ട് സമസ്തയും തമ്മിലുള്ള ബന്ധം. മസ്അലയിൽ ഭിന്നിപ്പില്ല, ഒരു ഭിന്നിപ്പുമില്ല. എന്നിട്ട് നിങ്ങളെന്തിനിങ്ങനെ കടിപിടി കൂടണം? നിങ്ങളെന്തിനിങ്ങനെ അസ്പൃശ്യത വളർത്തണം? നിങ്ങളെന്തിനിങ്ങനെ രോഷം വളർത്തണം? നിങ്ങളെന്തിനിങ്ങനെ അസൂയയും പകയും വളർത്തണം? ഒരു കൂട്ടർ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തണം. അതൊക്കെ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി പറയപ്പെട്ടതാണ്. പ്രതിപക്ഷത്തെ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുക എന്നത് മതപ്രവർത്തനത്തിന് ശരിയല്ല, മതവിശ്വാസികൾ തന്നെ ചേർന്നതല്ല. മതവിശ്വാസികളോടല്ല കൽപ്പിക്കുന്നത് അമുസ്ലിമീങ്ങളും കാഫിരീങ്ങളുമാണെങ്കിൽ പോലും നീതി പ്രവർത്തിക്കണമെന്നാണ്. ആ നീതിയുടെ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നീതിയോടൊപ്പം നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശ്വാസികളെ, നിങ്ങളേത് സംഘടനയെയും സംഘത്തെയും അനുകൂലിക്കുന്നവരോ അതിനുവേണ്ടി ശബ്ദിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ ആകട്ടെ, നമ്മുടെ മഹല്ലുകൾ എന്ന നിലയ്ക്ക് നിൽക്കണം. നാടിന്റെ മഹല്ലുകൾ, മദ്രസകൾ നാടിന്റെ മദ്രസകൾ. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ മദ്രസ? കാരക്കുന്ന് പള്ളി, പയേഴത്തെ പള്ളി, 34 പള്ളി, വണ്ടൂർത്തെ പള്ളി, അപ്പുറത്തെ പള്ളി, ഇപ്പുറത്തെ പള്ളി, പത്തിരിയാലിന്റെ പള്ളി. ഈ പത്തിരിയാലിന്റെ പള്ളി എന്ന് പറയുന്നത് പത്തിരിയാല് നാട്ടുകാരുടെ പള്ളി എന്നല്ലേ? എല്ലാ മുസ്ലിമീങ്ങൾക്കും അവകാശമുണ്ടല്ലോ ആ പള്ളിയിൽ. അള്ളാഹ് പള്ളി വഖഫ് ചെയ്താൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ പള്ളിയിൽ അവകാശമുണ്ടല്ലോ. പ്രത്യേക നിയമങ്ങളില്ലെങ്കിൽ എന്തോ അവകാശമുണ്ട്. നിങ്ങളവിടെ ഭരണഘടനയിൽ കുറെ കാലം കഴിഞ്ഞ് ദേശം സംഘടന പൊക്കിക്കാൻ വേണ്ടി ഭരണഘടന എഴുതിയപ്പോൾ നിങ്ങളെന്തൊക്കെ എഴുതിച്ചിട്ട് എഴുതിയിട്ട് ഒരു മാത്രമേ അവകാശം വരുള്ളൂ. അതൊന്നും അള്ളാന്റെ ഒപ്പിൽ പറഞ്ഞാൽ പോകുന്നുണ്ടോ? കള്ളാസിൽ എഴുതിച്ചിട്ട് കള്ളാസിൽ എഴുതിച്ചിട്ട് മലപ്പുറത്ത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി പോകുമ്പോൾ എന്തെങ്കിലും പറ്റുമെന്നല്ലാതെ അള്ളാഹിന്റെ മുമ്പിലാവൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹ് ഒപ്പ് ചെയ്ത പള്ളിക്കുള്ള അവകാശികളായ മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ പള്ളിയുടേതായ അവകാശങ്ങളും മഹല്ലിന്റേതായ അവകാശങ്ങളും അസ്പൃശ്യതയില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ, സംഘടനാ വിവേചനമില്ലാതെ, അത്തരത്തിലുള്ള കുടുസായ മനോഭാവങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ ശരിയായ രീതിയിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാകണം. വാശവും പറ്റിയും സംസ്ഥാനക്കാരറിഞ്ഞ് കീഴ്പ്പെടുമെന്ന് ചിന്തിക്കേണ്ട സത്യമാണ് ഈ വിഷയം. അതില്ലെങ്കിൽ നാട്ടുകാർ ഈ വിഷയം ശരിക്കും ബോധ്യപ്പെടുക, ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. നമ്മുടെ മദ്രസ നമ്മുടേതാണ്, അവിടെ പഠിപ്പിക്കേണ്ടവർ തീരുമാനിക്കുന്നത് നമ്മളാണ്, അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളാണ്, അവിടെ പഠിപ്പിക്കേണ്ട യോഗ്യത നമുക്കറിയാം, അവരെ നമ്മളാണ് നിയമിക്കുന്നത്. മറ്റൊരു കൂട്ടരുടെയും സംഘടനയും പക്ഷമൊന്നും അവിടെ വേണ്ട, പോലെ കടലാസൊന്നും വേണ്ട എന്ന ഒരു മനോഗതിയെ നാട്ടുകാർ വളർത്തിയെടുക്കുകയും അത് പറയാനുള്ള ആർജവം കാണിക്കുകയും ചെയ്താൽ സംഘടനക്കാരൊക്കെ പറ്റിമടക്കും, അഹങ്കാരമൊക്കെ ഇല്ലാതാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നിഷ്പക്ഷമതികളായ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, നിന്റെ ദീനിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യുന്ന പരിശ്രമം നീ കബൂലാക്കണമേ റഹ്മാനേ. ഉദ്ദേശശുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നാട്ടിൽ ഫിതനയും ഫസാദും വിളയാടുമ്പോൾ പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ ചൊല്ലി ജനങ്ങളും വിഭജിച്ചുകൊണ്ട് ചേരിതിരിഞ്ഞുകൊണ്ട് നാട്ടിലൊക്കെ ഈ കുഴപ്പമുണ്ടാകുമ്പോൾ, നിന്റെ ഭവനങ്ങൾ അടച്ചിടപ്പെടുമ്പോൾ, അത്തരം സ്ഥിതിവിശേഷത്തിൽ നിന്നും നാട്ടുകാരെ ബോധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഈ ക്യാമ്പയിൻ നീ പൊരുത്തപ്പെട്ട അമലായി നീ സ്വീകരിക്കണമേ റഹ്മാനേ.